അള്ളാഹുവിൻ്റെ വിരുന്ന് എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ വിരുന്ന് എന്തായിരിക്കും? നുസുലം മിൻ ഗഫൂരിർ റഹീം. നിരീശ്വരവാദികൾ നിങ്ങളെ കളിയാക്കുമായിരുന്നല്ലേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് നടന്നോളൂ, ഞങ്ങൾക്ക് ഇവിടമുണ്ട്, ഞങ്ങൾ ഇവിടെ ആസ്വദിക്കുകയാണ്, ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുകയാണ്, നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സ്വർഗമല്ലേ? ഇത് പറഞ്ഞവർക്ക് അല്ലാഹു നൽകുന്ന മറുപടിയാണിത്. നുസുലം മിൻ ഗഫൂരിർ റഹീം. കാരുണ്യവാനും എല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനായ അല്ലാഹു, നിയന്ത്രിതമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായൊരു ജീവിതം നയിച്ചവർക്ക് സ്വർഗത്തിൽ വിരുന്നു കൊടുക്കുന്നൊരു ദിനം വരാനുണ്ട്. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ നുസുലിലെ നുസലാവുകളായി അവിടുത്തെ വിരുന്നുകാരായി വരാൻ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. കർമ്മങ്ങൾ കുറഞ്ഞവരാണ്, പാപങ്ങൾ കൂടിയവരാണ്, അറിവില്ലാത്തവരാണ് റബ്ബേ. നീ നിൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് അല്ലാഹു തുടരുകയാണ്, വമൻ അഹ്സനു ഖൗലാ ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേഷത്തിലും സംസ്കാരത്തിലും സ്വഭാവങ്ങളിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാളും അള്ളാഹുവിൻ്റെ നേർവഴിയിലേക്ക് മനുഷ്യർക്ക് നേർമാർഗം പറഞ്ഞു കൊടുക്കുന്നവരെക്കാളും ഏറ്റവും നല്ല ജോലി ചെയ്തവരാരാണ്? ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടെ സ്വന്തം വേഷവിധാനങ്ങളിലും സംസ്കാരത്തിലും വാക്കുകളിലും ഒരു മുഅ്മിനിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചവനേക്കാളും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ദീനിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുകയും ചെയ്തവരെക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? അവർക്കൊക്കെയാണ് ഈ സ്വർഗം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ചെറുപ്പക്കാരിൽ കഴുത്തിൽ സ്റ്റീലിൻ്റെ ചെയിന്, വെള്ളിയുടെ ആഭരണങ്ങൾ, കാതുകുത്തുന്നത്, മൂക്കുകുത്തുന്നത് പുരുഷന്മാർ, കൈകളിൽ വളകൾ, എന്തൊക്കെയോ ബ്രേസ്ലെറ്റുകൾ പുരുഷന്മാർ. ഇതൊക്കെ ആരാ ചെയ്യുന്നത് കൂടുതലെന്നറിയോ? മുസ്ലിം പേരുള്ള നമ്മുടെ മക്കൾ തന്നെ. എന്തിനാണെന്നറിയോ? ആളെ തിരിയാതിരിക്കാനായത്. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒന്ന് മോഡലായിരിക്കും, രണ്ടാമത്തേത് ഒരു മുസ്ലിം അത് ചെയ്യൂല. മുസ്ലിം പുരുഷന് വെള്ളിയുടെ മോതിരം ധരിക്കൽ സുന്നത്താണ്, വളയന്മാരും ധരിക്കൽ പറ്റൂല. പക്ഷേ നമ്മൾ ഈ ആൾമാറാട്ടം നടത്തുന്ന എന്തിനാണെന്നറിയോ? ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയെ മറച്ചു പിടിക്കുകയാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അള്ളാഹു ഇടപെടുന്നത്. ഇവിടെ അള്ളാഹു ഇടപെടുകയാണ്. വമൻ അഹ്സനു ഖൗലാ ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പേര് ചോദിക്കേണ്ടതില്ലാത്ത വിധം, ഒരാളോട് ചെന്ന് പരിചയപ്പെടേണ്ടതില്ലാത്ത വിധം സംസ്കാരത്തിലും വേഷത്തിലും ഈമാനിൻ്റെ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളിനേക്കാളും മുന്തിയവർ ആരാണ് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ അറിയില്ല എന്താണത്. താടി വെക്കുന്നുണ്ട്, താടിക്ക് സുന്നത്തുള്ള താടിയുണ്ട്. പക്ഷേ ഇത്തിബാ ചെയ്യുന്നത് അഷ്റഫ് ഖൽഖിനെയും അസ്ഹാബിനെയും സ്വാലിഹീങ്ങളെയും ആണെങ്കിൽ ആ താടിക്ക് കൂലിയുണ്ട്. അല്ലാത്തൊരു താടിയുണ്ട്, അത് നമ്മൾ പല മോഡലുകൾ കാണുന്നുണ്ട്. അത് ഏത് താടിയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ കുട്ടികൾ വെക്കുന്നത്, ഇത്തിബാ ചെയ്യുന്നത് നമ്മുടെ ഉസ്താദുമാരെയാണോ അതല്ല വേറെ വല്ല മോഡലുകളെയാണോ അറിയില്ല. മുടിയൊക്കെ റിബണ് വെച്ച് മുടഞ്ഞു വെച്ച്, കാലിൽ പാദസരപ്പ് തുടങ്ങിയിട്ടില്ല, എന്നാലും ഒരു കെട്ട് കാണുന്നുണ്ട് കാലിൽ, ഒരു കയറിൻ്റെ ഒരു കെട്ട് ഒരു കാലുമേ. പലതും വരാൻ പോകുന്നുണ്ടാവാം. പോലെ യുബച്ചിക്കുന്ന ആദാനൽ അൻആം,
പിശാച് മനുഷ്യനോട് ചെയ്യുന്ന പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ വലിയൊരു കുതന്ത്രം മനുഷ്യൻ്റെ കോലം മാറ്റലാണെന്ന്. കോലം മാറ്റ മനുഷ്യന് ആണ് പെണ്ണായിട്ടും പെണ്ണാണായിട്ടും നടക്കുക. അതിനൊക്കെ സപ്പോർട്ട് പറയാനും സിന്ദാബാദ് വിളിക്കാനും അവർക്കൊക്കെ ലൈക്ക് അടിച്ചു കൊടുക്കാനും ഒക്കെ നമ്മുടെ കുട്ടികൾ ഇതൊരു ഫാഷനാക്കി മാറ്റുക. അതൊരു വെറൈറ്റി ആണല്ലോ. അമേരിക്കയിലൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ക്യാൻ യു ഡിഫൈൻ മീ ഹു ഈസ് വുമൻ? പെണ്ണെന്താണ്, ആരാ പെണ്ണ്, ആരാ ആണ്, ഇതിനെ നിർവചിക്കാൻ കഴിയുമോ എന്ന ചലഞ്ചാണ്. കാലം പോയ പോക്ക് നോക്കണം. ഞാൻ പെൺകുട്ടികൾ വന്ന് പാട്ട് പറയാം, ഐ എം നോട്ട് ഫീമെയിൽ, ഐ എം നോട്ട് ഫെമിനിൻ, ഐ എം നോട്ട് ഗേൾ. അവൾ പെണ്ണാണെന്ന് അവൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. പക്ഷെ അവൾ പറയാം ഞാൻ പെണ്ണല്ല. ഈ ബേസിക് ഏതൊരു ചെറിയ കുഞ്ഞിനും അറിയുന്ന ഈ ബദീഹിയാത്തിനെ പോലും മനുഷ്യന്റെ മുമ്പിൽ സംശയമാക്കപ്പെടുക. പിന്നീട് പടച്ചവന്റെ കാര്യം പറയുന്നിടത്ത് അങ്ങനെ മനുഷ്യനെ കൊണ്ട് കോലം കളിപ്പിക്കുകയാണ് പിശാച്. ആട് രാമ കുഞ്ചുരാമ എന്ന് പറയില്ല പണ്ടൊക്കെ, കുരങ്ങിനെ കൊണ്ട് ചാടിപ്പിക്കുന്ന പോലെ മനുഷ്യനെ കൊണ്ട് ചാടിപ്പിക്കുകയാണ്. അതിനൊക്കെ നിന്നു കൊടുക്കാനും ആളുകൾ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാണ്, ദയവ് ചെയ്ത് കൈകളിലും കഴുത്തിലും കാലുകളിലും കാതിലും അണിഞ്ഞ പുരുഷന്മാരുടെ ആഭരണങ്ങളൊന്ന് അഴിച്ചുവെച്ച് പച്ചയായി പടച്ചവൻ പറഞ്ഞ മനുഷ്യരായി ജീവിക്കുക. ആഭരണങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതാണ്, ആണിനുള്ളതല്ല. ആണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് വെള്ളിയുടെ മോതിരമാണ്. അവിടെ നിർത്തി ലിമിറ്റ് ചെയ്യുക. പിന്നെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ചെയിന് കൊണ്ടെടുക്കണ്ട, കയ്യും ഒരു ചെയിന് വേറെ വേണ്ട. കാതുകുത്തലും മൂക്കുകുത്തലും നമുക്ക് പറഞ്ഞതല്ല, ഇതൊക്കെ ഹറാമുകളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഫിഖഹിന്റെ മസ്അല എടുത്ത് നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും, അത്ര ഗൗരവമാണ്. എന്തേ ഇതിന് അർത്ഥം എന്നറിയോ? ഇതിൻ്റെ അർത്ഥം വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, മുസ്ലിം ഇത് ചെയ്യൂല. അപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഒന്ന് മറച്ചു പിടിക്കട്ടെ, ഞാൻ ആളുടെ ഇടയിൽ ഞാൻ അതൊന്നുമല്ല, ഞാൻ വേറൊരാളാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം? അള്ളാഹുവിൻ്റെ റഹ്മത്ത് പടച്ചവൻ തരാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്ത് കോലം കെട്ടിയിട്ടും കാര്യമില്ല. അത് തടഞ്ഞു വെക്കാൻ വിചാരിച്ചാൽ നിങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു തരുന്നത് നിങ്ങൾക്ക് തന്നിരിക്കും. റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് റിസ്ക് പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് കോലം കെട്ടല്ലേ. നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും നമ്മുടെ മൂല്യവും ഒരിടത്തും കളഞ്ഞു കുളിക്കാതെ ഉയർത്തിപ്പിടിച്ച്, നെഞ്ചകം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. വബിർറുൻ ഫി ഇസ്തിഖാമ ലാ യഹീഫു അലാ മൻ യുബ്ഗിദ്, ദേഷ്യപ്പെടുന്നവരോട് അതിക്രമം ചെയ്യുന്നവരല്ല. വലാ യഅ്തമു ഫിൽ ഹുബ്ബ്, സ്നേഹിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നവരുമല്ല. സ്നേഹത്തിനും പരിധി വേണം. വലാ യദ്ദഈ മാ ലൈസ ലഹ്, തനിക്ക് അർഹതയില്ലാത്തത് വേണമെന്ന് പറയുന്നവനുമല്ല വിശ്വാസി. വലാ യുനാബിസു ബിൽ അൽഖാബ്, ആളുകളെ മോശപ്പെട്ട പേരിട്ട് വിളിക്കുന്നവരുമല്ല. വലാ യുശ്മിതു ബിൽ മുസാബ്, കൂടെ കഴിയുന്ന മനുഷ്യർക്ക്, സഹജീവികൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അത് കണ്ട് ചിരിക്കുന്നവരല്ല വിശ്വാസികൾ. മുഅ്മിനായൊരു മനുഷ്യനും തൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തിയവരായിരിക്കാം, നിങ്ങളുടെ ശത്രുവായിരിക്കാം. എന്നാൽ പോലും കടുത്ത ഒരു പരീക്ഷണം വരുമ്പോൾ അതിൽ സന്തോഷിക്കരുത്. വലാ യദുറു ബിൽ ജാർ, അയൽവാസികൾക്ക് ഉപദ്രവങ്ങൾ ചെയ്യരുത്. വലാ യഹ്മിസു, ഗീബത്ത് നമീമത്തുകൾ പറയരുത്. അങ്ങനത്തവരാണ് വിശ്വാസികൾ. ഫിസ്വലാത്തി മുതഖശ്ശിഉൻ, നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്. വഇല സകാത്തി മുതസർരിഉൻ, സകാത്ത് കൊടുക്കാൻ വളരെ ധൃതിപ്പെട്ടു വരുന്നവരാണ്. ഇൻ സമത ലം യഗുമ്മുഹു സുംതു, മൗനം വേണ്ടിടത്ത് മൗനം പാലിക്കുന്നവരാണ്. വഇൻ ലഹിക ലം യഅൽ സൗതു, ചിരിക്കുമ്പോൾ ഒച്ച വെച്ച് ചിരിക്കുന്നവരല്ല. വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ഗൗരവമുള്ള മുഖമുള്ളവരാണ്. സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണ്.
ഖാനിഉൻ ബില്ലദീ ലഹു, അല്ലാഹു നൽകിയതിൽ പരിപൂർണമായ സംതൃപ്തരാണ്. വലാ യജ്മഹു ബിഹിൽ ഗൈദ്, ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നവരല്ല. വലാ യഗ്ലിബുഹു ശുഹു, അല്ലാഹു സമ്പത്ത് നൽകുന്നത് അത് പിടിച്ചു വെക്കുന്ന പിശുക്കുമുള്ളവരല്ല. ജനങ്ങളുടെ കൂടെ നടക്കുന്നത് ഒന്നുകിൽ നല്ലത് പഠിക്കാനാണ്, അല്ലെങ്കിൽ നല്ലത് പഠിപ്പിക്കാനാണ്. അനാവശ്യ കാര്യങ്ങളുടെ ചർച്ച വരുമ്പോൾ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ചർച്ചകൾ വരുമ്പോൾ, ഗീബത്ത് നമീമത്തിന്റെ അവസരങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുന്നവരാണ്. ലിയസ്ലമ, തെറ്റുകളിൽ ചെന്ന് പെടാതിരിക്കാൻ. സംസാരിക്കുന്നത് പറഞ്ഞു കൊടുക്കാനാണ്, സംസാരം വാക്കുകൾ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ. ഇൻകാന മഅദ്ദാകിരീൻ ലം യുക്തബ് മഅൽ ഗാഫിലീൻ, ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ശ്രദ്ധയോടെ ഇരിക്കുന്നവർ. വഇൻകാന മഅൽ ഗാഫിലീന കുതിബ മിനദ്ദാകിരീൻ, കൂടെയുള്ള ആളുകൾ മുഴുവനും അശ്രദ്ധമായി ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർ. വഇൻ ബുഗിയ അലൈഹി സ്വബർ, ആരെങ്കിലും തന്നോട് അതിക്രമം ചെയ്യുമ്പോൾ ക്ഷമ കാണിക്കുന്നവർ. ഏതുവരെ? ഹത്താ യകൂനല്ലാഹു ഹുവല്ലദീ യൻതഖിമു ലഹു യൗമൽ ഖിയാമ, തന്നോട് അതിക്രമം ചെയ്തവർക്ക് പ്രതികാരം അല്ലാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ഖിയാമത്തിലേക്ക് മാറ്റിവെക്കുന്നവരാണവർ. ഇതൊക്കെയാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവമെന്ന് അല്ലാമ ഇബ്നു ബത്തൂഹ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു കിതാബ് അൽ ഇബാനത്തുൽ കുബ്ര, ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ് ഈ വിവരിക്കുന്നത്. ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാ ഒരു മുസ്ലിമാകുന്നത്. നിസ്കരിച്ചു, നോമ്പെടുത്തു, അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളാണ്, വല്ല കാര്യമുണ്ടോ? നിസ്കാരം സുന്നത്ത് നോമ്പ് വരെയുള്ള ആളാണ്, പക്ഷേ നാവ് കൊണ്ട് ഒരു മനുഷ്യനോട് നല്ല നിലക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, എല്ലാവരെയും വെറുപ്പിക്കുന്ന ആളാണ്. എന്ത് കാര്യമാണ് അതുകൊണ്ടാണ് മഹാന്മാരായ ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ഇബാദാത്തുകളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുആമലാത്തിന്റെ ബാബാ വരിക. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ഇടപാടുകൾ ശരിയാവണം. അത് കഴിഞ്ഞ് കച്ചവടം ചെയ്യാൻ അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, ബൈഇന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, മുആമലാത്തിന്റെ അഹ്കാമുകൾ പറഞ്ഞു കൊടുക്കും, ഹലാലും ഹറാമും. അത് കഴിഞ്ഞ് പിന്നെ ബാബുൻ നിക്കാഹ് വരും, മനുഷ്യന്റെ കുടുംബജീവിതം ആരംഭിക്കും. അത് കഴിഞ്ഞ് മനുഷ്യൻ സെറ്റിൽഡായി എന്ന് തോന്നുമ്പോൾ പല വിഷയങ്ങളും വരും, ജീവിതത്തിൽ അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും. അങ്ങനെ ഹുദൂദിൻ്റെയും ശിക്ഷകളുടെയും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച വരും. ഇങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെടുത്തി ഇബാദത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ മുആമലാത്തുകളിലും മുനാക്കഹാത്തുകളിലും മനുഷ്യന്റെ മുഖാസമാത്തുകളിൽ വരെ പടച്ചവനെ ഭയപ്പെടേണ്ടവരാണ് നമ്മൾ. ഏത് തർക്കങ്ങളിൽ പോലും അല്ലാഹുവിനെ ഭയപ്പെടേണ്ടവർ. അങ്ങനെ ആകുമ്പോഴാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു ഹജ്ജത്തുൽ വിദാഇന്റെ ഹബീബിന്റെ അവസാന പ്രസംഗം നടക്കുന്നിടത്ത് അറഫാ ദിനത്തിൽ ഹബീബിന് ഇറങ്ങിയ ആയത്താണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീന് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു, സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ സമ്പൂർണമായും നിങ്ങൾക്ക് വർഷിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം നിങ്ങൾക്ക് മരണം വരെ ഫോളോ ചെയ്യാനുള്ള ശരീഅത്തായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്ന മതമാണ് എന്ന് പുണ്യ ഹബീബിന് അവതരിച്ച ആയത്താണിത്. ഒരു ജൂതൻ വന്ന് ഉമർ തങ്ങളോട് പറയുമായിരുന്നു, അമീറുൽ മുഅ്മിനീനെ, ഉമർ തങ്ങളുടെ ഭരണകാലത്ത്, അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും ലൗ നസലത അലൈനാ മആശിറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ കിതാബിൽ ഒരായത്തുണ്ടല്ലോ, ഒരായത്ത്. ഉമറേ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരായത്ത് ഞങ്ങൾ ജൂതന്മാർക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങൾ വേറെ ഒരു പെരുന്നാളായി ആചരിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, അറഫ്തു, നീ പറയുന്ന ആയത്ത് എനിക്കറിയാം. തങ്ങൾ ചോദിച്ചു, നിങ്ങളൊന്ന് പറയാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം സമ്പൂർണമായി പരിപൂർണമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു.
കാലാകാലങ്ങളിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങളും ഖുർആൻ പരാമർശിച്ചില്ല. പക്ഷേ ലോകാവസാനം വരെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിൻ്റെ എല്ലാ അടിത്തറയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസിലും വിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ കഴിയും. അത് ആലിമീങ്ങൾ അലിമഹാ മൻ അലിമഹ വജഹിലഹാ മൻ ജഹിലഹ, അതറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയൂല. ലോകത്തുള്ള എല്ലാ ഓരോ വിഷയത്തിൻ്റെയും പേര് പറഞ്ഞ് ഖുർആൻ പരിഹാരം നിർദ്ദേശിച്ചില്ല. പക്ഷേ ഏത് വിഷയത്തിനും ആവശ്യമായ മരുന്ന് ശുദ്ധ ഖുർആൻ അല്ലാഹു വെച്ചുകൊണ്ടാ പോയത്. അത് ആലിമീങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യും, ഫുഖഹാക്കൾ പണ്ഡിതന്മാർ എല്ലാം പൂർത്തിയാക്കി തന്നിരിക്കും. ഇസ്ലാം സമ്പൂർണ്ണമായിരിക്കുന്നു. ഈ ഒരു ആയത്തിറങ്ങിയത് ഞങ്ങൾ ജൂതന്മാർക്കാണെങ്കിൽ ഞങ്ങളന്ന് പെരുന്നാളായി ആചരിക്കുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം ആ ദിവസം ഏത് മാസമാണിത് ഇറങ്ങിയത് എന്നും അറിയാം, എവിടെയാണ് ഇറങ്ങിയത് എന്നും അറിയാം. ഫിൽ ഹജ്ജിൽ അക്ബർ, വെള്ളിയാഴ്ച ദിവസം ഹജ്ജ് നടക്കുമ്പോഴാണ്. അത് ഹബീബിൻ്റെ അവസാനത്തെയും ആദ്യത്തെയും ഹജ്ജായിരുന്നു. പരിശുദ്ധമായ അറഫയിൽ ദുൽഹിജ്ജ 9 ഇറങ്ങിയ ആയത്താണത്. അത് ഞങ്ങൾക്കറിയാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രമേൽ പെരുന്നാളിൻ്റെ മേൽ പെരുന്നാളായി വന്ന ഈദുൽ അക്ബറിലാണ് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് അല്ലാഹു ഇറക്കുന്നത് തന്നെ. ഇസ്ലാം സമ്പൂർണ്ണം. അങ്ങനെ ഒരു മതം ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയത് നമുക്ക് അഭിമാനമല്ലേ? ലോകത്ത് ഇന്ന് ഏത് മതമാണുള്ളത്? ജീവിതത്തിൻ്റെ എല്ലാ ദശാസന്ധികളിലും നിയമമുള്ള ഒരു മതം ലോകത്ത് ഏതാ ഉള്ളത്? ഏത് മതമാണ് ഉള്ളത്? വിശുദ്ധ ഇസ്ലാം അല്ലാതെ. അധിക മതങ്ങൾക്കും സെലിബ്രേഷനുകൾ ഉണ്ടാകാം, പക്ഷെ നമ്മളുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ കിതാബിൽ നിയമമുണ്ട്. അങ്ങനത്തെ ഒരു ദീൻ മനുഷ്യന് ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ദീനിലേക്ക് ആളുകൾ ഒഴുകുന്നത്. പടിഞ്ഞാറ് ദീനിലേക്ക് ഒഴുകുകയാണ്. കിഴക്കിൽ നിന്നൊരൽപ്പം പിന്നോട്ടടി ഉണ്ടെങ്കിൽ പോലും പടിഞ്ഞാറിങ്ങോട്ട് ഒഴുകുകയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം പരിപൂർണമാവണം, സമ്പൂർണമാവണം എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ പൂർണ്ണ മുസ്ലിമീങ്ങളാവണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ബുദ്ധിമാനിയായിരുന്നു. പുണ്യനബി തങ്ങൾ കാണുമ്പോഴൊക്കെ ചോദിക്കും, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, യാ ഉസ്മാൻ കൈഫ യഗ്ലിബുകൽ ഇസ്ലാം, എങ്ങനെയാണ് ഉസ്മാനെ ഇത്രമേൽ ബുദ്ധിയുള്ള ആളായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്ലാം മനസ്സിലാവാതെ പോകുന്നത്? അതൊരു ചോദ്യമാണ്. ഇപ്പോൾ ലോകത്തിപ്പോൾ നമ്മുടെ കേരളത്തിലോ കർണാടകയിലോ നമ്മുടെ പരിസരങ്ങളിലോ അടുത്ത സ്റ്റേറ്റുകളിലോ നമ്മുടെ നാടിലോ ഒക്കെ എത്ര വലിയ വലിയ പ്രൊഫഷണലുകളുണ്ട്, എത്ര വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, എത്ര വലിയ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ എന്താണ് ജീവിതം? എന്താണ് മതം? മതങ്ങളിൽ ഏതാണ് ശരി? ആരാണ് ദൈവം? ആരാണ് പടച്ചവൻ? നമ്മൾ എങ്ങോട്ട് പോകുന്നു? എന്തിനിവിടെ വന്നു? ആര് നമ്മളെ പറഞ്ഞയച്ചു? ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? മറുപടി പറയാനറിയില്ല. അവർ IAS പാസ്സായവരായിരിക്കാം, സിവിൽ സർവീസ് കോഴ്സുകളിൽ റാങ്ക് ജേതാക്കളായിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ബേസിക്, ഒരു മനുഷ്യനറിയേണ്ട ഏറ്റവും വലിയ അറിവ്, ആ അറിവ് നേടാൻ കഴിയാതെ പോകുന്നവർ എത്ര പേരുണ്ട്? എല്ലാം പെർഫെക്റ്റാണ്. ദീൻ എന്താണെന്നറിയില്ല. എന്താണ് ജീവിതം? എന്തിനിവിടെ വന്നു? ആരിവിടെ പറഞ്ഞയച്ചു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ പറയുന്നു, അങ്ങനെ ഞാനൊരു നാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ കലിമ ചൊല്ലി. എനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു ഇസ്ലാം ഏറ്റവും നല്ല മതമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഹബീബിൻ്റെ മുമ്പിൽ ചെന്ന് വിശുദ്ധ ഹബീബിനെ പരിചയപ്പെട്ട് സലാം പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി മുസ്ലിമായി. ഇസ്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിനിടയിലാണ് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്, ഈ ആയത്തിറങ്ങുന്നത്. അന്നവർക്ക് സൂറയും ആയത്തിൻ്റെ നമ്പറൊന്നും അവർ പറയില്ല.
വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ ഈമാൻ എൻ്റെ മനസ്സിൽ രൂഢമൂലമായത്. അതുവരെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഈമാൻ പരിപൂർണമാകുന്നത് ഈ ആയത്തിൻ്റെ പരാമർശം കേട്ടപ്പോഴാണ്. എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നീതി ചെയ്യണം എന്ന് പറയുകയാണ്. നീതി ചെയ്യണം, നീതി വേണം, മനുഷ്യർക്ക് ന്യായം വേണം. ന്യായത്തിൻ്റെ കൂടെ നിൽക്കാവൂ, നീതിയുടെ പക്ഷത്തെ നിൽക്കാവൂ. വൽ ഇഹ്സാൻ, നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരോട് നന്മ ചെയ്യണം. ആരും ആർക്കും അക്രമികളായി മാറരുത്. വഈതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ പരിചയങ്ങളിലെ, നിങ്ങളുടെ ബന്ധുക്കളിലെ, നിങ്ങളുടെ അയൽപക്കങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യണമേ. 3 കാര്യം കൽപ്പിച്ചു. 1, നീതി വേണം. ഭരണക്രമങ്ങൾ, ഭരണ സംവിധാനങ്ങൾ സുരക്ഷിതമാവണമെങ്കിൽ അവിടുത്തെ പ്രജകൾക്ക് നീതി വേണം, മനുഷ്യർക്ക് നീതി വേണം. നീതിയില്ലേ പ്രശ്നങ്ങളുണ്ടാകും, പ്രകോപനങ്ങളുണ്ടാകും, കലാപങ്ങളുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും. സ്വാഭാവികമാണ്. മനുഷ്യന്റെ മനസ്സ്, ഏത് മതവിശ്വാസിയായിക്കോട്ടെ, മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചപ്പോൾ നീതിയുടെ പക്ഷം നിലനിൽക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് പറഞ്ഞയച്ചത്. അങ്ങനെയാണ് മനുഷ്യൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, സത്യവും ധർമ്മവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മനുഷ്യൻ അള്ളാഹു പടച്ചത്. ആ ഫിത്റത്തിനെ മനുഷ്യനായിട്ടങ്ങ് കേടുവരുത്തിയാലല്ലാതെ ആ സിസ്റ്റം മാറുകയില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നിങ്ങളാരും അതിക്രമം ചെയ്യരുത്, ബഗിയു ചെയ്യരുത്, ഇഹ്സാൻ ചെയ്യും. ആദ്യം ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അടുത്ത ഭാഗം നിങ്ങൾ അതിക്രമം ചെയ്യരുത്. നിങ്ങളുടേതല്ലാത്തത് അന്യായമായി ആരുടേതും പിടിച്ചു വലിക്കരുത്. നിങ്ങൾക്ക് അർഹതയില്ലാത്തത് വേണമെന്ന് വാശി പറയരുത്. നിങ്ങളുടേതല്ലാത്തത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കരുത്. വയൻഹാ അനിൽ ഫഹ്ശാ, തിന്മകളിലേക്ക് പോകരുത്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലെയുള്ള തിന്മകൾ. അതിനെക്കുറിച്ചാണ് ഫഹ്ശാ. വൽ മുൻകർ, എല്ലാ മോശപ്പെട്ടതും നിങ്ങൾ ചെയ്യരുത്. എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും എല്ലാറ്റിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണമേ. സത്യവിശ്വാസികളോട് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ ഫഹ്ശാ. ഖിയാമത്തിനോടടുക്കുമ്പോൾ ലോകത്ത് പ്രചരിക്കാനിടയുള്ള തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ ആണും പെണ്ണും ഹലാലായ ബന്ധങ്ങളിലൂടെ അല്ലാതെയുള്ള ലൈംഗിക വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യവാദികൾ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ആർക്കും ആരുടെ കൂടെയും കിടക്കണം, ആർക്കും ആരുടെ കൂടെയും ഫ്രണ്ട്സായിട്ട് ഡേറ്റിംഗ് ആയിട്ട് നടക്കാൻ പറ്റണം. ഇതിനനുവദിക്കാത്ത സംവിധാനങ്ങൾ അവരെ കൊഞ്ഞനം കാണിക്കും. അല്ലാഹു പറയുന്നു, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശപ്പെട്ട വാക്കുകൾ പോലും, മോശപ്പെട്ട പ്രവൃത്തികൾ പോലും നിങ്ങൾ ചെയ്യരുത്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകരുത്. വൽ ബഗി, അതിക്രമങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്, അക്രമങ്ങളുടെ കൂടെ നിൽക്കരുത്, കലാപങ്ങൾക്ക് തീ കൊളുത്തരുത്. നിങ്ങൾ സമാധാനത്തോടെ ഇഹ്സാനിൻ്റെയും നീതിയുടെയും അതോടൊപ്പം മനുഷ്യനോട് കാണിക്കുന്ന, സഹജീവിയോട് കാണിക്കുന്ന കരുണയുടെയും ആളുകളാണ്. യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ. ഇത് അല്ലാഹു മനുഷ്യരെ ഉപദേശിക്കുകയാണ്. ഇത് മനുഷ്യർക്ക് നൽകുന്ന ഉപദേശമാണ്. എത്ര മനോഹരമാണ് ഖുർആൻ. ഇത് പറഞ്ഞ് ഈ ആയത്തിറങ്ങിയപ്പോഴാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, എൻ്റെ ഖൽബിൽ ഈമാൻ ഉറച്ചുപോയത് ഈ ആയത്ത് അവതരിച്ചതിൻ്റെ ശേഷമാണെന്ന് മഹാനവറുകൾ പറയുന്നത്. റളിയല്ലാഹു അൻഹു. ബാറക്കല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ നബി മാത്രമല്ല, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഏറ്റവും ആദ്യത്തെ അധ്യാപകനാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ,
ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന്, ഒരു ഗുരുനാഥനാണ് എൻ്റെ ഉമ്മത്തികൾക്ക് എന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പോലെ യൗവനത്തിൻ്റെ കൗമാരത്തിൻ്റെ ചിറകടിച്ചു പറക്കുന്ന നേരത്ത് അനന്തമായ വിഹായസിലേക്ക് പറങ്ങാൻ ഒരുങ്ങുന്ന മക്കളോട് താഴെ വീഴാതിരിക്കാൻ, അടിപതറാതിരിക്കാൻ വേണ്ട സാരോപദേശം നൽകുന്ന അധ്യാപകനെ പോലെ കാലാകാലങ്ങളിൽ ജനിച്ചു വളർന്നു മരിക്കാൻ പോകുന്ന തലമുറകൾക്ക് നന്മയുടെ, നീതിയുടെ, എല്ലാ തരത്തിലുമുള്ള മനുഷ്യ വിജയത്തിൻ്റെ ഏതെല്ലാം നിദാനങ്ങളുണ്ടോ സർവ്വതും ഓരോന്നായി പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിൻ്റെ ഗുരുവാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മനുഷ്യൻ്റെ എല്ലാ തിന്മകളുടെയും ഉമ്മയാണ്, മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ലഹരി എന്നത് തിന്മകളുടെ ഉമ്മയാണ്. ലഹരി ജന്മം കൊടുക്കുന്ന തിന്മകൾക്ക് മാത്രമാണ്. സ്വബോധം നഷ്ടപ്പെട്ട്, സ്വത്വം നഷ്ടപ്പെട്ട്, നന്മയുടെ അതിർവരമ്പുകളെല്ലാം മറികടന്ന് മനുഷ്യൻ്റെ തലച്ചോറിൽ കിടക്കുന്ന നന്മകളെല്ലാം മാഞ്ഞുപോയി ഒരു മൃഗത്തെ പോലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു ആൾ രൂപമായി നമ്മുടെ മക്കൾ മാറുന്ന ഈ കാലഘട്ടത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഹദീസിൻ്റെ പ്രസക്തി ഒന്ന് മനസ്സിലാക്കി നോക്കൂ. എന്തിനാണിത്? ഏത് തിന്മയെക്കാളും വലുതാണിത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഉടഞ്ഞു പോകുന്ന ദിവസം, ഉടഞ്ഞു പോകുന്ന ഒരു ദിനം. മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ച് ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ശരീരത്തിൻ്റെ ഇൻറ്റേണൽ ഓർഗാൻസുകൾ, ആന്തരിക അവയവങ്ങൾ മുഴുവനും ചുരുങ്ങി രക്തം വറ്റിവരണ്ട് മനുഷ്യൻ്റെ ശരീരം ശോഷിച്ച് ശുഷ്കിച്ച് ഭക്ഷണം പോലും വായിലേക്ക് വെക്കാൻ കഴിയാതെ ലഹരി കടിമയായി യൗവനത്തിലെ ആ പറവയറ്റ് നമ്മുടെ മക്കൾ താഴെ വീഴുമ്പോൾ, ഞെട്ടറ്റ് വീഴുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്ത ആ ഒരു ഗുരുതരമായ പാതകത്തെ സംബന്ധിച്ച്, ഗുരുതരമായ തെറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗരൂകരാകുന്ന സമയമാണിത്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് കാവൽ നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. നമ്മുടെ നാടുകളിലും നമ്മുടെ ഗ്രാമങ്ങളുടെ ഉള്ളിൽ പോലും, നമ്മുടെ ചെറിയ സ്കൂൾ ക്യാമ്പസുകളിൽ പോലും കടന്നു വരുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള നമ്മുടെ ഏറ്റവും കടുത്ത തീരുമാനം, ആ ഒരു തിന്മയെ ഉച്ചാടനം ചെയ്യാനുള്ള ഒരു ഉമ്മത്തിൻ്റെ മനോധൈര്യം, ആ മനോധൈര്യം കെട്ടുപോകാതെ നമ്മുടെ നാടിൻ്റെ കൂടെ, രാജ്യത്തിൻ്റെ കൂടെ, സമൂഹത്തിൻ്റെ കൂടെ, നിയമപാലകരുടെ കൂടെ നമ്മുടെ യുവതലമുറയെ നാളെയുടെ നേതാക്കന്മാരായി പിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ കൂടെ നിൽക്കണം ഈ നന്മയിൽ. അതുകൊണ്ട് ലഹരിയുടെ എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ മോചിതരാവുക. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല കൂട്ടുകെട്ട് നൽകട്ടെ, നല്ല സൗഹൃദം നൽകട്ടെ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ നിന്ന് പറയുന്ന ഹബീബിൻ്റെ ശിഷ്യന്മാർ, പുണ്യനബി എന്ന അധ്യാപകന്റെ ശിഷ്യന്മാർ, അവരുടെ വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിക്കണം. അവരോരോരുത്തരും ഏതൊക്കെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് ഓർക്കണം നമ്മൾ. ഓരോ സ്വഹാബിയും ഹബീബിൽ നിന്ന് ചില വ്യത്യസ്തമായ ഗുണങ്ങൾ പഠിച്ചെടുത്തവരാണ്. ഏതുപോലെ ഓരോ നബിക്കും ഓരോരോ ഗുണങ്ങളുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ 1,24,000-ഓളം വരുന്ന എല്ലാ പ്രവാചകന്മാരുടെയും ഗുണങ്ങൾ ഒരുമിച്ച് ചേർത്തവരാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിൻ്റെ അനുയായികൾ ഹജ്ജത്തുൽ വിദാഇൽ ഹബീബിൻ്റെ കൂടെയുള്ളത് 1,24,000. നോക്കണം, 1,24,000 എല്ലാ ഗുണങ്ങളും ഹബീബിൽ, ആ ഹബീബിൽ നിന്ന് പഠിച്ചെടുത്തവരും 1,24,000. അംബിയാഇന്റെ എണ്ണമാണ് ഹബീബിൻ്റെ സ്വഹാബികളിൽ, ഹബീബിൻ്റെ കൂടെ ഹജ്ജത്തുൽ വിദാഇൽ വന്നവരുടെ എണ്ണം തന്നെ അംബിയാഇന്റെ എണ്ണമാണ്. ആലോചിച്ച് എന്തൊരു വലിയ അത്ഭുതമാണല്ലേ അത്.
എന്തൊരു വലിയ അത്ഭുതമാണ്. ഓരോ സ്വഹാബിയും ഓരോ ഏരിയകൾ സ്വന്തമാക്കിയവരാണ്. ഓരോരുത്തരിലും ഓരോരോ ഗുണങ്ങളുണ്ട്. വിജ്ഞാനത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പഠിക്കേണ്ട ചില സ്വഹാബിമാരുണ്ട്. അവരിൽ മഹത്തുക്കളാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. ഇൽമാണ് നമ്മുടെ പാഷനെങ്കിൽ, വായനയാണ് നമ്മുടെ പാഷനെങ്കിൽ, നമ്മുടെ ഹോബിയെങ്കിൽ, പഠിക്കാനും അറിയാനും വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അനന്തമായ വിഹായസിലേക്ക് പറക്കാനും നമുക്ക് മാതൃക തന്ന 3 സ്വഹാബിമാർ, 3 മൂന്നിലേറെയുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ ആലിമായ സ്വഹാബിയാണ്. അവർ ആ വഴിക്കുള്ള മാതൃകയാണ്. ഹലാലും ഹറാമും ഏറ്റവും കൂടുതൽ സ്വഹാബികളിൽ പഠിച്ചെടുത്തത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവാൻ. ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഇൽമ്, അല്ലെങ്കിൽ ദീനിന്റെ ഫർളുകളെ കുറിച്ചുള്ള ഇൽമ്, അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹിഫ്ളാണ്, മനപ്പാഠമാക്കലാണ്. എങ്ങനെയാണ് മനപ്പാഠമാക്കുന്നത്? എങ്ങനെയാണ് ഹിഫ്ള് ഉണ്ടാവുന്നത്? വലിയ മെമ്മറിയുള്ള മാത്തമാറ്റീഷ്യൻസ് കുട്ടികൾ വരെ കാണാൻ കഴിയും. നല്ല സമർത്ഥരായ കണക്കിൽ, മാത്തമാറ്റിക്സിൽ കഴിവുള്ള മക്കള് നമ്മൾ കാണുന്നില്ലേ? 10 ഡിജിറ്റ് വരെയുള്ള നമ്പർ കൊടുത്താൽ വരെ അതിനെ മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ കഴിയുന്ന, വലിയ മെന്റൽ മാത്സ് ചെയ്യാൻ കഴിയുന്ന മക്കള്. ഇത് വലിയൊരു കഴിവാണ്. സ്വഹാബികളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഒരു ജീനിയസ് ഉണ്ട്, ഒരു സർവകലാ വല്ലഭനുണ്ട്. വെഴ്സറ്റൈൽ ജീനിയസ് എന്നാ പറയാ, മൗഹൂബ് എന്ന് പറയും അറബിയില്. അങ്ങനത്തെ മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ കാണുന്ന സർവമാന അത്ഭുതങ്ങളെയും മനുഷ്യന്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ട സർവ്വ അത്ഭുതങ്ങളെയും മറികടക്കുന്ന അത്ഭുതമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്ന പേരുണ്ടായിരുന്ന അബൂ ഹുറൈറ എന്ന് പൂച്ചക്കുട്ടിയെ സ്നേഹിച്ചപ്പോൾ പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടമുള്ള ആളെന്ന പേര് നബിതങ്ങൾ പേരിട്ട് വിളിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സ്വഹാബികളിലെ വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിക്കണമെന്നാണ്. ഖസസു സ്വഹാബ, സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന സാക്രിഫൈസ്, ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യമെങ്കിൽ അടിപതറാതെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ സർവ്വതും ത്യജിച്ച ഒരു മഹാനുണ്ട്, മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. സുഗന്ധം ഉപയോഗിച്ചിരുന്ന, വിലപിടിപ്പുള്ള സുഗന്ധം ഉപയോഗിച്ചിരുന്ന മദീനക്കാർക്കിടയിൽ രാജകുമാരനെ പോലെ ജീവിച്ച മുസ്അബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ മുസ്അബ് എന്നവരുടെ അവസാന കാല അവർ മക്കയിൽ തന്നെ ഹബീബിന്റെ കൂടെയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കുകയും പുണ്യനിബിതങ്ങൾ മദീനയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് മദീനക്കാർക്ക് അറിവ് നൽകിയ എല്ലാം അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരു കഫംപുട പോലും, പൂർണ്ണമായി ശരീരം മറയുന്ന ഒരു വസ്ത്രം പോലും തൻ്റേതായി ഉടമസ്ഥാവകാശത്തിൽ ഇല്ലാതിരുന്ന് മരിച്ചുപോയൊരു സ്വഹാബിയുണ്ട്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവരൊക്കെ സ്വർഗത്തിലേക്ക് പോയ മുതലാളിമാരാണ്. ധൈര്യമാണ് നിങ്ങളുടെ പാഷനെങ്കിൽ ഉണ്ട് സയ്യിദു ശുഹദാ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അബി ഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫാ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ഉത്തരവാദിത്വ നിർവഹണമാണ് നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ പഠിക്കണം. അടിയുറച്ചു നിൽക്കുന്ന, പതറാത്ത
ഈമാനാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അറിയണം. മുടന്തകാലുണ്ടായിട്ട് പോലും 90-ാമത്തെ വയസ്സിൽ ഉഹദിലേക്ക് ഓടിപ്പോയൊരു സ്വഹാബിയുണ്ട്. ഇന്നി ലഉഹിബ്ബു അൻ അത്അൽ ജന്നത ബിഅറജതി യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് അംറുബുൽ ജമുഹേ ഈ മുടന്തുള്ള കാലുകൊണ്ട് എന്തിനാണ് നിങ്ങൾ യുദ്ധത്തിന് വരുന്നത്? നിങ്ങൾ മഅ്ദൂറാണല്ലോ, നിങ്ങൾക്ക് അല്ലാഹു ഉദ്ർ സ്വീകരിച്ചിട്ടുണ്ട്. കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാണ് ഓടി വരുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, എൻ്റെ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് 90 വയസ്സ് കഴിഞ്ഞ മഹാൻ മുടന്തകാലുകൊണ്ട് ഉഹദിലേക്ക് വന്ന് ഇസ്ലാമിൻ്റെ പതാക പിടിച്ച് നെഞ്ചിലേക്ക് ഒരു അമ്പ് തറച്ചുകൊണ്ട് ഷഹീദായി വീണപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, റഅയ്തു അംറ ഇബ്നുൽ ജമൂഹ് യതഉ ബിഅറജതിഹിൽ ജന്നah. തൻ്റെ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടുന്നത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാരിതങ്ങളും ഖുലഫാഉർ റാഷിദൂൻ, അവരുടെ ജീവിതം വേറെ തന്നെ എൻസൈക്ലോപീഡിയകളാണ്. ഓരോന്നും വിശ്വവിജ്ഞാന കോശങ്ങളാണ്. അപ്പം ഹബീബിൻ്റെ ജീവിതം എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ആ ഒരു കണ്ണാടിയിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളുണ്ട് അവിടെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന നേതാവിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നേതൃത്വം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ. ചെറുപ്പക്കാരനായിരുന്നിട്ടും ടാലന്റഡായ ഒരു ചെറുപ്പക്കാരനുണ്ട്. 2000-ഓളം വരുന്ന സ്വഹാബികൾ, അവരിൽ 50-ഉം 60-ഉം 70-ഉം പ്രായമുള്ളവർക്ക് നേതാവായി ഒരു സൈന്യത്തെ നയിച്ചു കൊണ്ടുപോയ മീശ മുളച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. 17 വയസ്സുള്ള നേതാവ് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങളുടെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മണ്ണിലൂടെ നടക്കുമ്പോൾ, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ, നിങ്ങൾ എന്തിനാണ് കാലിൽ മണ്ണാക്കുന്നത്? നിങ്ങൾ ഒന്നുകിൽ ഒട്ടകപ്പുറത്ത് കയറണം, ഞാൻ താഴെ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും നടക്കാം മണ്ണിലൂടെ എന്ന് 17 വയസ്സുള്ള സൈന്യത്തിന്റെ നേതാവ് ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ് ഉസാമത്ത് ഇബ്നു സൈദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുമാ. ആ ഉസാമ തങ്ങൾ ഒട്ടകപ്പുറത്ത് നിൽക്കുമ്പോൾ സിദ്ദീഖ് എന്നവരുടെ മറുപടി, ഉസാമ, നിങ്ങൾ താഴെ ഇറങ്ങില്ല, ഞാൻ മേലോട്ട് കയറുകയുമില്ല. എൻ്റെ കാലിൽ വമാലിയ, എനിക്കെന്താണ് കുഴപ്പം ഉസാമ? ഇൻ തഗബ്ബറത് ഖദമി സഅതൻ ഫീ സബീലില്ലാഹ്, ഏതാനും സമയം എൻ്റെ കാലിൽ മണ്ണായാൽ അതും അല്ലാഹുവിൻ്റെ വഴിയിൽ ത്യാഗം ചെയ്യാൻ പോകുന്ന ഒരു സൈന്യത്തിന് യാത്ര അയക്കുമ്പോൾ അതിലെന്ത് കുഴപ്പമാണ് ഉസാമ? നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞ് യുവാവായ നേതാവിനെ ആദരിക്കുമ്പോഴും മുതിർന്ന നേതാവിനെ ഖലീഫയെ ഇങ്ങോട്ട് മതിവരോളം ബഹുമാനിക്കുന്ന ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിക്കാൻ തയ്യാറാവണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠനം നടക്കില്ല എന്ന ഒരു ചൊല്ലുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പെൺകുട്ടികൾ പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാതിരിക്കുന്നത്. അറിയണം, വിവാഹം കഴിച്ചതിൻ്റെ ശേഷമാണ് നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ശരീഅത്ത് പഠിച്ചത്. ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചത്. ബീവി റളിയല്ലാഹു അൻഹ ലുഗത്ത് പഠിച്ചത്, ഭാഷകൾ പഠിച്ചത്. ബീവി റളിയല്ലാഹു അൻഹ അൻസാബുകൾ പഠിച്ചത്. ബീവി റളിയല്ലാഹു അൻഹ പോയട്രി പഠിച്ചത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. ഹബീബിനോടുള്ള വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ഇത്രയും വലിയ ശാസ്ത്രശാഖകൾ പഠിച്ച പണ്ഡിതയായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മുനാ അസ്-സിദ്ദീഖത്തു ബിൻതു സിദ്ദീഖ് ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ. മഹദി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ പെൺകുട്ടികൾക്ക് മാതൃകയാണ്. പഠിക്കണം. പഠനം മാർക്കുകൾ മാത്രമല്ല, പഠനമെന്ന് പറയുന്നത് ഗ്രേഡ് മാത്രമല്ല, പഠനമെന്നത് സംസ്കാരമാണ്. അവിടെയാണ് നമ്മുടെ നാടും കഴിഞ്ഞ കാലഘട്ടങ്ങളെയും നമ്മളൊന്ന് വേർതിരിക്കുന്നത്. ഇന്ന് മാർക്കുണ്ട്, എന്ത് അലമ്പ് കളിച്ചാലും
എക്സാമിൽ മാർക്കുണ്ടോ, നല്ല പഠിച്ച മോളാണ്, പഠിച്ച മോനാണെന്ന് നമ്മൾ പറയാ. പക്ഷേ ആ എക്സാം നടക്കുന്നത് വരെയും അതിൻ്റെ മുമ്പും അതിന് ശേഷവും ക്യാമ്പസിലെ അവരുടെ ജീവിതം എന്തായിരുന്നു? ശരിക്കും അതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നതൊരു ജീവിതമാണ്, അത് മാർക്ക് ഷീറ്റ് അല്ല. വിദ്യാഭ്യാസം എന്നത് A+കൾ നേടലല്ല. A+ കിട്ടിയവർ എൻ്റെ കുട്ടി നല്ല പഠിച്ച കുട്ടിയാണെന്ന്. പക്ഷേ അവരുടെ ക്യാമ്പസിലെ ജീവിതം എന്തായിരുന്നു? അതുകൊണ്ട് വിവാഹം അറിവ് നേടാൻ തടസ്സമാവരുത് എന്ന് പഠിപ്പിച്ച ഉമ്മയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സ്വഹാബിയുണ്ട്, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അമീനു സിർരി റസൂലില്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ അതീവ രഹസ്യങ്ങൾ സൂക്ഷിച്ച ആളാണ്. പള്ളിക്ക് സെക്രട്ടറി ഉണ്ടാവും. സെക്രട്ടറിയുടെ ജോലി എന്താണെന്നറിയോ? ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട സീക്രട്ടുകളെ ഹാൻഡിൽ ചെയ്യുക എന്നതാണ്. സീക്രട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളെയാണ് സെക്രട്ടറി എന്ന് പറയാ. ചില കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാകും, രഹസ്യ സ്വഭാവമുള്ള ചില അറിവുകൾ ഉണ്ടാകും. അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവര്. കമ്മിറ്റി ഭാരവാഹികൾ അങ്ങനെയാണ്. അൽ മജാലിസു ബിൽ അമാന എന്ന് ദീൻ പഠിപ്പിക്കും. അൽ മജാലിസു ബിൽ അമാന. നമ്മുടെ ഒരു മീറ്റിംഗ്, അതിനൊരു അമാനത്തുണ്ട്. ഒരു മീറ്റിങ്ങിലിരിക്കുന്ന മെമ്പർമാർ, ആ മീറ്റിങ്ങിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിൻ്റെ മീറ്റിംഗ് മിനിറ്റ്സുകൾ അനൗൺസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് മെമ്പർമാർ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പോവുക. ഇതെന്ത് മീറ്റിംഗാണ്? ഒരു മീറ്റിംഗ് രഹസ്യമായ ഒരു കൂടിയാലോചന ചെയ്യുമ്പോൾ ആ കൂടിയാലോചനയുടെ ചർച്ചകളെ പുറം ലോകത്തേക്ക് എത്തിക്കുക, ന്യൂസുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ചെയ്യാൻ പാടില്ല. അൽ മജാലിസു ബിൽ അമാന. മജ്ലിസുകൾക്കൊരു അമാനത്തുണ്ടെന്നാണ്. അമാനത്തുകൾ നഷ്ടപ്പെടുന്നത് ഇദാ ളുയ്യഅത്തിൽ അമാനതു ഫന്തദുരിസ് സാഅ. അമാനത്തുകൾ നഷ്ടപ്പെടുന്നിടത്ത് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് സ്വഹാബികളെ നമ്മൾ പഠനത്തിന് വിധേയരാക്കണം. ഒരുപാട് സ്വഹാബിമാർ, അതിൽ താബിഈങ്ങൾ പഠിക്കേണ്ടതുണ്ട്. താബിഈങ്ങൾ, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹത്തുക്കൾ, തൊട്ടടുത്ത തലമുറകളിൽ കഴിഞ്ഞുപോയവർ, മുൻ തലമുറകളിൽ സലഫ് സ്വാലിഹീങ്ങളിൽ ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞുപോയവർ, ഒരുപാട് ആളുകളെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കിതാബുകൾ വായിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം മഹത്തുക്കളുടെ ചരിത്രം പഠിക്കലാണ് എന്ന് പറഞ്ഞ മഹാനാണ് ഫുഖഹാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇമാമു അഹ്ലി റൈ, മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. വ്യക്തിത്വങ്ങളെ ബയോഗ്രഫീസ് പഠിക്കുന്നത്, വ്യക്തികളുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത്, അവരുടെ സംസ്കാരങ്ങൾ പഠിക്കുന്നത്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു താബിഈയുണ്ട്, മിൻ കിബാരി താബിഈൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. അന്ന് മുസ്ലിമാണ്, പക്ഷെ ഹബീബിന്റെ മജ്ലിസിലെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സ്വഹാബിയായില്ല, യമനിയാണ്. ഉവൈസുൽ ഖർനി, ഉവൈസ് ഇബ്നു ആമിർ മിൻ മുറാദിൻ മിൻ ഖർനിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനായ ഉവൈസുൽ ഖർനി തങ്ങൾ റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി തആല അലൈഹി. താബിഈങ്ങളിൽപ്പെട്ട മറ്റൊരു മഹാനുണ്ട്, നജാഷി രാജാവ്. അദ്ദേഹം താബിഈയാണ്. നബി തങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ നബി തങ്ങളുടെ അരികത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പുണ്യനബി തങ്ങൾ ഗായിബിന്റെ മയ്യിത്ത് നിസ്കരിച്ചു. ജനാസ അങ്ങ് എത്യോപ്യയിലാണ്, പക്ഷെ മദീനത്തെ പള്ളിയിൽ തങ്ങൾ നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. താബിഈങ്ങളാണ്. താബിഈങ്ങളുണ്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അതാ ഇബ്നു നബി റബാഹ് റളിയല്ലാഹു അൻഹു, ഇമാം മുജാഹിദ് എന്നവർ, മഹാനായ ഇക്രിമ തങ്ങൾ. സ്വഹാബിയുണ്ട്, താബിഈയുണ്ട്. ഇക്രിമ എന്ന പേരുള്ള താബിഈയുണ്ട്, ഇക്രിമ എന്ന പേര് സ്വഹാബിയുണ്ട്. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണം, വഹാപ്പ ഫിർഔന, അബൂജഹലിന്റെ മകൻ സ്വഹാബിയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഇതീകും ഇക്രിമത്തു മുസ്ലിമാ ഫലാ തസുബ്ബു അബാ ഫഇന്ന സബ്ബൽ മയ്യിത് യുഅ്ദിൽ ഹയ്യ വലാ യസ്ലുൽ മയ്യിത് എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്രിമ റളിയല്ലാഹു അൻഹു പുണ്യ നബി തങ്ങളെ കളിയാക്കുകയും ഹബീബിന്റെ കുടുംബിനിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്ത കപടവിശ്വാസികളുടെ ഒരു നേതാവുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ലഅനഹുല്ലാഹ്.
പുണ്യനബി തങ്ങൾ അത്രമേൽ വേദനിപ്പിച്ച ആളാണ്. പക്ഷേ അയാളുടെ മകൻ സ്വഹാബിയാണ്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാഹ് സ്വഹാബിയാണ്, ഹബീബിന്റെ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. വലീദ് ഇബ്നു മുഗീറ പുണ്യനബി തങ്ങളുടെ ശത്രുവായിരുന്നു. അവരുടെ മകനുണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, സ്വഹാബിയായി മാറി. വല്ലാത്ത അത്ഭുതമാണ് സ്വഹാബികളുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ. അതുകൊണ്ട് നല്ല പൗരുഷമുള്ള, ആണത്വമുള്ള, സംസ്കാരമുള്ള ദീനിന്റെ കാവലാളുകളായ ആൺകുട്ടികളായിരുന്നു അവരെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തുകയാണ്. ലമസ്ജിദുൻ ഉസ്സിസ അലൽ തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതطهറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. പരിശുദ്ധമായ ഖുബാ പള്ളിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ലമസ്ജിദുൻ ഉസ്സിസ അലൽ തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി. ഏതൊരു മസ്ജിദാണോ ആ മസ്ജിദിന്റെ തറക്കല്ലിടുന്ന അന്നു മുതൽ ആ മസ്ജിദ് പണിതീർന്നിട്ടും അതിന് ശേഷവും തഖ്വയിൽ സ്ഥാപിതമായത് ആ പള്ളിയിലാണ് നബിയെ അങ്ങ് നിസ്കരിക്കേണ്ടത്. ഫീഹി റിജാൽ, അവിടെ ചില ആണുങ്ങളുണ്ട്, ചില പുരുഷന്മാർ, ചില ആൺകുട്ടികൾ. ആരാണവർ? യുഹിബ്ബൂന അൻ യതطهറൂ, അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് കയറി വന്ന് ശുദ്ധി വരുത്താൻ, മനസ്സ് ശുദ്ധിയാക്കാൻ, ഖൽബ് ശുദ്ധിയാക്കാൻ, ഭൂമിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ അർശിലേക്ക് നോക്കാൻ കഴിയുന്ന ആണുങ്ങളുണ്ട് നബിയെ ആ പള്ളിയിൽ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ശുദ്ധി വരുത്തുന്ന, സംസ്കാര ശുദ്ധിയുള്ള, ശരീരശുദ്ധിയുള്ള, മനസ്സ് ശുദ്ധിയുള്ള ഇവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. സൂറത്തുൻ നൂറിൽ في بيوت أذن الله أن ترفع ويذكر فيها اسمه في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. ഫീ ബുയൂത്തിൻ, അല്ലാഹുവിന്റെ ചില മസ്ജിദുകളിലുണ്ട്. അതിനല്ലാഹു അൻ യുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമങ്ങൾ ജപിക്കപ്പെടാനും ഉയർത്തപ്പെടാനും വിളിച്ചു പറയപ്പെടാനും അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ള മസ്ജിദുകളിലുണ്ട്. റിജാലുൻ, ചില പുരുഷന്മാർ അവിടെയുണ്ട്, ചില ആണുങ്ങൾ അവിടെയുണ്ട്, ആണത്വമുള്ളവർ അവിടെയുണ്ട്, പൗരുഷമുള്ള ചില ആളുകൾ. എന്താണ് ഒരു പ്രത്യേകത എന്നറിയോ? ആരാണ് ആണുങ്ങൾ, ആരാ പൗരുഷം എന്ന് പറയുന്നത്? ഒച്ചവെക്കാൻ കഴിയലാണോ? പൗരുഷം എന്ന് പറഞ്ഞാൽ കുറച്ച് മസിലും കുറച്ച് ശരീരവും ഒക്കെ ഉണ്ടെങ്കിൽ ആളുകളെയൊക്കെ അടിച്ചമർത്തണം, അതാണോ പൗരുഷം? പൗരുഷം എന്ന് പറയുന്നത് പ്രതികാരമെടുക്കാൻ കഴിയലാണോ? ഇതൊന്നുമല്ല പൗരുഷം. പുരുഷനാവുക എന്ന് പറയുന്നത് റിജാൽ, റജുലാവുക എന്ന് പറയുന്നത് അല്ലാഹു വിവരിക്കുകയാണ്. റിജാലുൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടമോ ജോലിയോ ബിസിനസ്സുകളോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ തൊഴിലോ ഒന്നും അല്ലാഹുവിനെ ഓർക്കാനും മസ്ജിദിലേക്ക് വരാനും അവരെ തടസ്സമാവുകയില്ല. ഏത് തിരക്കുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവർ മസ്ജിദിലെത്തുന്നവരാണ്.
അൻ ഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാഹ് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും മലക്കം മറിഞ്ഞു പോകുന്ന ഒരു നാളുണ്ട് ഖിയാമത്ത്. ആ നാളിനെ പേടിച്ച് അല്ലാഹുവിൻ്റെ മസ്ജിദുകളോട് പള്ളികളോട് ആദരവ് കാണിക്കുന്ന ചില ആളുകൾ, ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ ചെയ്ത കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കാൻ പോകുന്നത്. വയസീദഹും മിൻ ഫദ്ലി, അല്ലാഹുവിൻ്റെ ഔദാര്യം വാരിക്കോരി കൊടുക്കും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ അല്ലാഹു ചില ആളുകൾക്ക് റിസ്ക് വാരിക്കോരി കൊടുക്കുകയാണ്. കച്ചവടത്തിൻ്റെ നേരം, ബിസിനസ് പൊടിപിടിക്കുന്ന നേരം ഒരു വാദ് നടക്കുന്നുണ്ട്, ദിക്റിന്റെ മജ്ലിസുണ്ട്, ജമാഅത്ത് നടക്കുന്നുണ്ട്. കച്ചവടമോ ബിസിനസ്സോ ഒന്നും ഇതിന് തടസ്സമല്ല. അവര് അല്ലാഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നവരാണ് എന്ന് പറയുന്ന ശുദ്ധ ഖുർആൻ പറയുന്ന ഈ സ്വഭാവമാണ് പുരുഷന്മാരുടെ പൗരുഷത്തിൻ്റെ അടയാളമെന്ന് സൂറത്തുന്നൂറിൽ അല്ലാഹു ജല്ല ജലാലു നമ്മളെ പഠിപ്പിക്കുകയാണ്. സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മദീനയുടെ തെരുവിലൂടെ, കച്ചവടക്കാരുടെ സൂക്കിലിടയിലൂടെ മഹാനായ അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോൾ മഹാനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ സ്വഹാബിയാണ്, താബിഇയാണ്. അംർ ഇബ്നു ദീനാർ തങ്ങൾ മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാ കച്ചവടക്കാരും ഒരു തുണി പോലും വിരിക്കാതെ, കച്ചവട സ്ഥാപനങ്ങളിൽ നിൽക്കാതെ മസ്ജിദിലേക്ക് പോയിട്ടുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ അവിടെയുണ്ട്. മദീനയിലൊന്നും ഒരിടത്തു നിന്നും കിട്ടാത്ത, ഫലസ്തീനിലെ ജെറൂസലേമിൽ നിന്നും സിറിയയിലെ ഡമസ്കസിൽ നിന്നും കൊണ്ടുവന്ന ചരക്കുകൾ അവിടെയുണ്ട്. യമനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ചരക്കുകളുണ്ട് മദീന മാർക്കറ്റിൽ. ഇതെല്ലാം നിസ്കാരത്തിന്റെ സമയം, ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ ഒരു ഷട്ടറില്ലാതിരുന്ന കാലത്ത്, പൂട്ടിവെക്കാൻ ഒരു ലോക്കില്ലാത്ത കാലത്ത്, ഒരു തുണി കൊണ്ടുപോലും മറച്ചു വെക്കാതെ കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെ തുറന്നു വെച്ച് മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോയ മദീനയിലെ കച്ചവടക്കാരെ കണ്ടപ്പോൾ സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരെ കുറിച്ചല്ലയോ ഖുർആൻ പറഞ്ഞത്, റിജാലുൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ കച്ചവടം ഒരു തടസ്സമല്ല എന്ന് ഖുർആൻ പറഞ്ഞവരാണ് ഇവർ. ഇവരെ കുറിച്ചാണ് പറയുന്നത് അല്ലാഹു എന്ന് സാലിം അബ്ദുല്ലാഹി തങ്ങൾ സാക്ഷ്യപ്പെടുത്തുമാർ. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സമാധാനമുണ്ടായ കാലം? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു തട്ടിപ്പറിയില്ലാതിരുന്നൊരു കാലം? എവിടെയെങ്കിലും ഉണ്ടോ മോഷണം പേടിക്കാതെ നടക്കാൻ പറ്റുന്നൊരു കാലം? വല്ലാത്തൊരു കാലമാണ് അത്. ഹബീബിന്റെ സാന്നിധ്യമുള്ള ഇടത്താണ്. ഹബീബാ നബി തങ്ങളുടെ സാന്നിധ്യം എന്നതൊരു നൂറാണ്. ഹബീബിന്റെ ആ ഒരു റൂഹിയായ സാന്നിധ്യമുള്ളിടത്ത്, അവിടുത്തെ ജസദിയായ സാന്നിധ്യമുള്ളിടത്ത്, ഹബീബാ നബി തങ്ങളുടെ മദതുള്ളിടത്ത് എല്ലാം ഈ നൂറ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു ഹബീബ് ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിറു വമാ ബദ്ദലൂ തബ്ദീലാ. അല്ലാഹുവിന് വേണ്ടി വാക്കുകൊടുത്ത, കരാർ കൊടുത്ത് ഒരു പറ്റം ചെറുപ്പക്കാർ അല്ലാഹുവിന് വേണ്ടി, പടച്ച തമ്പുരാന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിക്കും ഞങ്ങൾ. എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവേ, നിന്റെ നിയമങ്ങളെ താഴെ വെക്കുന്ന ഒരു വിഷയം ഉദിക്കുന്നില്ല. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ തയ്യാറെടുത്തവരാണ് ഞങ്ങളെന്ന് ഉറക്കെ പറയുന്ന ഒരു വിഭാഗം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരണപ്പെട്ട് അംബിയാ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് റബ്ബേ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിലൂടെ വളർത്തിയെടുത്തൊരു സ്വഭാവ ഗുണമുണ്ട്. അവരിലെ വ്യക്തിത്വത്തിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ചില സ്വഹാബികൾക്ക്. അവർ മനുഷ്യരാണ്. അവര് ഉടനെ തന്നെ തൗബ ചെയ്തവരാണ്. തിന്മകൾക്ക് പകരം ഒരുപാട് നന്മ ചെയ്ത് തിന്മയെ മായ്ച്ചു കളഞ്ഞവരാണവർ. തെറ്റുകൾ സംഭവിക്കും, മനുഷ്യർക്ക് സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റുകളിൽ ഉറച്ചു നിൽക്കരുത്. ആ തെറ്റുകളെ മായ്ച്ചു കളയണം. നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു മുആവിയത്ത് ഇബ്നു ഹകം അസ്-സുലമി റളിയല്ലാഹു അൻഹു. ഹബീബാ നബിയോട് വന്നൊരു പരാതി പറയുന്നു, ഒരു കേസ് പറയുന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കോടതി ഹബീബാണ്, അവിടുത്തെ പോലീസ് ഹബീബാണ്, അവിടുത്തെ ജഡ്ജ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടാണ് വന്ന് പറയുന്നത്. മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി റളിയല്ലാഹു അൻഹു കാനത് ലീ ജാരിയത്തുൻ തർആലി ഗനമൻ ഖിബല ഉഹദിൻ വൽ ജവാനിയ. നബിയെ, ഉഹദിന്റെ ഭാഗത്ത്, മദീനയിൽ പോയവർക്കറിയാം ഉഹദ് എവിടെയാണെന്ന്. പരിശുദ്ധമായ ഉഹദ് മല, ആ മലക്കൊരു പ്രത്യേകതയുണ്ട്. ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദിന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനോടും ഇഷ്ടമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള മലയാണത്. ഒരു പർവ്വതത്തെക്കുറിച്ചാണ് നബി ഞങ്ങളത് പറഞ്ഞത്. ആലോചിക്കണേ. പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കുന്നത് കല്ലാണ്, അതിന് മനസ്സൊന്നുമില്ലല്ലോ, അതിന് ഹൃദയം എവിടെ നിന്നുണ്ടാവാനാണ്? അത് കല്ലല്ലേ. പക്ഷേ ഉഹദിലേക്ക് നോക്കി നബി തങ്ങൾ പറഞ്ഞു, ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദിനോട് നമുക്ക് ഇഷ്ടമാണ്, ഉഹദിന് നമ്മളോടും ഇഷ്ടമാണ്. പുണ്യനബി ഉഹദിന്റെ മീതെ കയറിയപ്പോൾ ഉഹദ് സന്തോഷം കൊണ്ട് കോരിത്തരിച്ച് ഒന്ന് പിടച്ചു എന്നാണ്. ഉഹദിന്റെ മുകളിൽ ഒരു ഭൂചലനം പോലെ നബി തങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രവാചകരുടെ ജീവിതത്തിലെ ഒരു മുഅ്ജിസത്തുണ്ട്, ഒരു മിറക്കിൾ. തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, അടങ്ങി നിൽക്കൂ ഉഹദേ, നീ അനങ്ങല്ല. ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. നിന്റെ മീതെ നിൽക്കുന്നത് നബിയാൻ, സിദ്ദീഖാൻ, രണ്ട് ഷഹീദുമാരുമാണ്. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു ഒരു ഷഹീദാണ്. ആരായിരുന്നു എന്നറിയോ? ഒന്ന് ഉമർ എന്നവരും ഒന്ന് ഉസ്മാൻ തങ്ങളും, രണ്ടുപേരും ശുഹദാക്കളാണ്. പിന്നെ സിദ്ദീഖ് എന്നവർ സ്വാഭാവിക മരണമാണ് ഉണ്ടായത്. ഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മഹാന്മാരായ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ഉഹദ് വറക്കാൻ കാരണം ഫറഹൻ ബിവത്അതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ചവിട്ട്, ആ ചവിട്ട് അനുഭവിച്ചതിൻ്റെ പേരിലുണ്ടായ ഉഹദിനുണ്ടായ ആനന്ദം കൊണ്ട് വിറച്ചതാണെന്നാ പറയാം. സുബ്ഹാനല്ലാഹ്. മഹാനായ സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പറയും, മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയാറുണ്ട് ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട്, ഹാദാ ജമാദുൻ കൈഫ യുഹിബ്ബു. ഹബീബായ നബി തങ്ങളെ ഈ ഒരു മിണ്ടാൻ കഴിയാത്ത പർവ്വതം സ്നേഹിക്കുന്നത് കാണുന്നില്ലേ? എങ്കിൽ നമ്മൾ മനുഷ്യന്മാർ, ഹബീബിന്റെ അനുയായികൾ ഹബീബിനെ എത്രയാണ് സ്നേഹിക്കേണ്ടത്? യാ അല്ലാഹ്, പർവ്വതത്തിന് ഇത്ര സ്നേഹമുണ്ട്. ഹദീസുൽ ജിദ്അ പറയുമ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ കരയാറുണ്ടെന്നാണ്. സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ, സുഫിയാനു സൗരി തങ്ങൾ, ഇവരൊക്കെ ഹദീസുൽ ജിദ്അ പറയുമ്പോൾ പൊട്ടിക്കരയും. ഈത്തപ്പനയുടെ തടി മദീന പള്ളിയിൽ ഹബീബിന് മിമ്പർ ഉണ്ടാക്കിയപ്പോൾ മാറ്റിവെച്ചില്ലേ പുറത്തേക്ക്? ആ ഈത്തപ്പനയുടെ തടിയുടെ തേങ്ങൽ, അതിൻ്റെ അനീൻ, അതിൻ്റെ കരച്ചിലിൻ്റെ ഹദീസ് സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസല്ലേ. ആ ഹദീസിന് വിവരിക്കുമ്പോൾ പറയും, റബ്ബേ, ഒരു വൃക്ഷം അതും ഉണങ്ങിയത്, ഹബീബിൻ്റെ ഒരു ലംസ്, അവിടുത്തെ ഒരു സ്പർശനം കിട്ടാതെ വന്നപ്പോൾ കരഞ്ഞെങ്കിൽ നമ്മളൊക്കെ ഹബീബിനെ ഓർത്ത് എത്ര കരയേണ്ടവരാണ്. മുആവിയത്ത് ഇബ്നു ഹകം തങ്ങളുടെ ആ ഒരു സംഭവത്തിലേക്ക് വരാം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കാനത് ലീ ജാരിയത്തുൻ തർആ ഗനമൻ ലീ ഖിബല ഉഹദിൻ വൽ ജവാനിയ. മദീനക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ജവാനിയ. ജവാനിയയിലും ഉഹദിലും എനിക്ക് വേണ്ടി ആടുകളെ മേച്ചു നടന്നിരുന്ന ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു നബിയേ. അവളിങ്ങനെ ആടുകളെ മേച്ചു നടക്കും. അങ്ങനെ ഒരിക്കൽ ഞാൻ എൻ്റെ ആടുകളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ചെന്ന് നോക്കി.
നൂറുകണക്കിന് ആടുകളെ മേച്ചു നടക്കുന്നൊരടിമപ്പെണ്ണ്. ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോൾ ഒരു ചെന്നായ വന്ന് എൻ്റെ ആടുകളിൽ ഒരാടിനെ കടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നബിയേ. فإذا ذئب قد ذهب بشاة من غنمها وأنا رجل من بني آدم آسف كما يأسفون. നബിയേ, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ദേഷ്യം വന്നു. എങ്ങനെയാണ് ഒരു പെണ്ണിനെ ഇത് ഏൽപ്പിച്ചിട്ട്, ഒരു അടിമപ്പെണ്ണിനെ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ട് അവൾ നോക്കാത്തത് കൊണ്ടല്ലേ ചെന്നായ അവിടെ വന്നത്, എൻ്റെ ഒരു ആടിനെ കൊണ്ടുപോയത് എന്ന് എനിക്ക് തോന്നുകയും എൻ്റെ മനസ്സിൽ ദേഷ്യം വരികയും ചെയ്തപ്പോൾ ഞാൻ ആ പെണ്ണിനെ അടിച്ചു നബിയേ എന്ന് ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്ന് പരാതി പറയുകയാണ് മുആവിയത്ത് ഇബ്നുൽ ഹകം റളിയല്ലാഹു അൻഹു. പേര് കേട്ടൊരു മുആവിയ തങ്ങളുണ്ട്, അത് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്നവരാണ്. ഇതവരല്ല, വേറെ മുആവിയത്ത് ഇബ്നു മുആവിയ എന്ന് പറഞ്ഞ വേറൊരു സ്വഹാബിയുണ്ട്. ഇത് മുആവിയത്ത് ഇബ്നുൽ ഹകം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വലിയൊരു കറാമത്തുണ്ടായൊരു സ്വഹാബിയുണ്ട്, മുആവിയത്ത് ഇബ്നു മുആവിയ. ഇത് മുആവിയത്ത് ഇബ്നു ഹകം, ബനൂ സുലൈം ഗോത്രത്തിലെ സുലമി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ അടിച്ചു, തൻ്റെ അടിമപ്പെണ്ണിനെ, തൻ്റെ വേലക്കാരി പെണ്ണിനെ. അവരുടെ അടുത്തുണ്ടായൊരു വീഴ്ചയെക്കുറിച്ച് അദ്ദേഹം ഈ സംഭവം പറയുന്നുണ്ട്. ഞാൻ പുണ്യ നബിയോട് വന്ന് കഥ പറഞ്ഞപ്പോൾ ഹബീബാ നബി തങ്ങൾ എൻ്റെ മേൽ ആ വിഷയം ഗൗരവത്തിലാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, മുആവിയ, നിന്റെ ആടുകളെ, മിണ്ടാപ്രാണികളായ ആടുകളെ മേച്ചു നടക്കുന്നൊരു പെണ്ണിന് എല്ലാ ആടുകളെയും സൂക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയും? അവര് മനുഷ്യരല്ലേ, ഒരു പെണ്ണല്ലേ അവര്. ഒരു ചെന്നായ കൊണ്ടുപോയി എന്ന് വിചാരിച്ച് ആ പെണ്ണിനെ നീ അടിക്കുകയോ? നീ എത്ര മോശമാണ് ചെയ്തത്, അടിക്കാൻ പാടില്ലായിരുന്നു, നീ അടിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് നബിതങ്ങൾ മുആവിയത്ത് ഇബ്നു ഹകം എന്നവരെ ചീത്ത പറയുകയാണ്. മഹാനവർക്ക് വേദനയായി. ഹബീബിനോട് ചോദിച്ചു, റസൂലേ, അഫലാ ഉഅ്തിഖുഹാ, ആ പെണ്ണിന് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്ത്, അടിമപ്പെണ്ണായ ആ പെണ്ണിന് ലഭിക്കാവുന്ന ഈ ദുന്യാവിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഞാൻ ആ പെണ്ണിനെ സ്വതന്ത്രയാക്കട്ടെയോ നബിയെ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അവളെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. എവിടെയാണ് അല്ലാഹു എന്ന് ആ പെണ്ണിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു ഉന്നതങ്ങളിലാണ്, അല്ലാഹു ഉന്നതങ്ങളിലാണ് എന്നവർ പറഞ്ഞു. മൻ അന, ഞാൻ ആരാണെന്ന് പുണ്യനബി ചോദിച്ചപ്പോൾ അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞു. ഖാല അച്ഖഹാ ഫഇന്നഹാ മുഅ്മിന, ആ പെണ്ണിന് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കണം, അവർ മുഅ്മിനത്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബിക്ക് തോന്നിയ ഒരു തെറ്റ് സംഭവിച്ചു പോയതിൽ വന്ന പശ്ചാത്താപത്തിന് ആ സ്വഹാബിയുടെ പ്രായശ്ചിത്തമാണത്. അതൊരു വ്യക്തിത്വമാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. ഇബ്ലീസ് അഹങ്കാരമുള്ള ആളാണ്. പിശാച് അല്ലാഹുവിനോട് മാപ്പ് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലാഹുവിനോട്, പടച്ചവനെ മാപ്പ് തരണേ. ആദം നബി മാപ്പ് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം എന്നൊരു തെറ്റ് സംഭവിച്ചു, കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു പഴം പോയി മഹാനവറുകൾ സേവിച്ചു, മഹാനവറുകൾ അതെടുത്ത് കഴിച്ചു. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് എന്താ പറഞ്ഞത്? റബ്ബി ബിമാ അഗ്വൈതനീ ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. പടച്ചവനെ, നീയാണ് എന്നെ പഴപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ നിന്റെ ആദമിന്റെ മക്കളെ മുഴുവൻ ഞാൻ വഴിപിഴപ്പിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ എന്ത് പറഞ്ഞു? ഹവ്വാ ബീവിയും റബ്ബനാ ളലംനാ അൻഫുസനാ, പടച്ചവനെ, ഞങ്ങളോട് തന്നെ തെറ്റു ചെയ്തു പോയി റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും പടച്ചവനെ. അതിന് നബി മാപ്പ് പറഞ്ഞു.
ഇബ്ലീസ് എന്ത് പറഞ്ഞു? നീയാ പടച്ചോനെ എന്നെ പഴപ്പിച്ചത്. യാ അല്ലാഹ്, നോക്കണേ, മാപ്പ് പറയുന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്, ഒരു നന്മയാണ്. നമുക്കൊക്കെ തെറ്റുപറ്റും. എത്ര വലിയ അറിവുള്ളവരും നേതാക്കന്മാരും സാധാരണക്കാരോ ആരോ ആകട്ടെ, നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും. അല്ലാഹുവിനോട് മാപ്പ് പറയാ, ജനങ്ങളോട് മാപ്പ് പറയാ. പശ്ചാത്താപം എന്നത് ഒരു മുഅ്മിനിന്റെ അഭിമാനമാണ്. അതുകൊണ്ടൊരു സോറി എന്ന് പറയുന്നതിൽ ആരും മടി കാണിക്കരുത്, അത് പറയാതിരിക്കരുത്. ഹബീബിൻ്റെ ഒരു സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ബിലാൽ എന്നവരെ ഒരു വാക്ക് വിളിച്ചു. ഒരു റേസിസ്റ്റ് പ്രയോഗമായിട്ട് ഇന്ന് ലോകത്തുള്ള ഒരു രീതി. ഒരു കറുത്ത മനുഷ്യനെ ബ്ലാക്ക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് ലോക കോടതിയിൽ പ്രശ്നമാവും. ഒരു മനുഷ്യന്റെ സ്കിൻ കളർ വിളിക്കാൻ പാടില്ല എന്നാണ്. അബൂദർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരിരിക്കുന്ന ഒരു മജ്ലിസിൽ അബൂദർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആ അഭിപ്രായത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു എതിർത്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടിമയായിരുന്ന ഒരാൾ ഗിഫാർ ഗോത്രത്തിൻ്റെ നേതാവായ അബൂദർ തങ്ങൾക്ക് മറുത്തു പറയുകയോ, അബൂദർ തങ്ങളുടെ ഉള്ളിലെ ആ ഒളിഞ്ഞു കിടക്കുന്ന അഹങ്കാരം അങ്ങ് പുറത്തു വന്നു. യബ്ന സൗദാ എന്ന് വിളിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. The son of a black woman, കറുത്ത ഒരു പെണ്ണിന്റെ മകനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ബിലാൽ തങ്ങളുടെ ഉമ്മ ഹബശിയത്താണ്, എത്യോപ്യക്കാരിയായിരുന്നു. കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ എന്നവരെ വിളിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു. ഒരു വിളി വിളിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഹബീബിന്റെ കോടതിയിൽ വിഷയം വെച്ച് റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു വരുത്തി മഹാനായ സ്വഹാബിയെ. അബൂദർ തങ്ങളെ തലയിൽ മുണ്ടിട്ടുകൊണ്ടാ വന്നത് എന്നാ പേടിച്ചിട്ട്. നബി തങ്ങൾ ചോദിച്ചു, അബൂദർറേ അയ്യർതഹു ബി ഉമ്മി, സ്വന്തം ഉമ്മയുടെ പേര് പറഞ്ഞ്, ഉമ്മ കറുത്തവളാണെന്ന് പറഞ്ഞ് ബിലാലിനെ നിങ്ങൾ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചു. നബിയെ, പറ്റിപ്പോയി നബിയെ, സംഭവിച്ചു പോയി നബിയെ. പുണ്യനബി തങ്ങളുടെ മറുപടി, ഇന്നകംറുഉൻ ഫീക ജാഹിലിയ്യ, അബൂദർറേ നിങ്ങളിൽ ജാഹിലിയത്തിന്റെ സ്വഭാവം ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ. ഇസ്ലാം കടന്നു വന്നു, ജാഹിലിയത്തില്ലായ്മ ചെയ്യപ്പെട്ടു. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ, ആ തിന്മയുടെ അംശം ഇപ്പോഴും നിങ്ങളിൽ ബാക്കിയുണ്ടല്ലേ. അയ്യർതഹു ബി ഉമ്മി, നിങ്ങളങ്ങ് ദേഷ്യപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു അൻഹു തല മൂടി പിടിച്ചുകൊണ്ടാണ് മുഖം കൊടുക്കാതെ മദീനയിലൂടെ നടന്നു പോകുന്നത്. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്തേ അബൂദറിന് പറ്റിയത്? അപ്പോഴാണ് കഥ അറിയുന്നത്. ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ എന്ന് പറഞ്ഞ മദീനയിലെ ഹബീബിന്റെ സ്വഹാബി, ഹബീബിന്റെ മുഅദ്ദിൻ, അടിമയായിരുന്ന മഹാൻ, പിന്നീട് സ്വഹാബിയും സ്വതന്ത്രനുമായ മഹാൻ, അവരെ ചീത്ത വിളിച്ചതാ വിഷയം. അടുത്ത നിസ്കാരത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് നടന്നു പോകുമ്പോ വഴിയിലൊരാൾ മുഖം കവിള് വലത്തെ കവിൾ മേലെ വെച്ച് ഇടത്തെ കവിള് താഴെ വെച്ച്, ഇടത്തെ കവിള് താഴെ വെച്ച് വലത്തേത് മേലെ വെച്ച് ഒരാൾ വഴിയുടെ കുറുകെ കിടക്കുന്നുണ്ട്. ബിലാൽ എന്നവർ പള്ളിയിലേക്ക് വാങ്ക് വിളിക്കാൻ പോകുമ്പോ ആരാ കിടക്കുന്നതെന്നറിയോ? ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് ഈ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു അവരെ കവച്ചു വെച്ച് റോഡ് മുറിച്ചു കടക്കാൻ പോകുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ ബിലാലേ ബിലാലേ, നിങ്ങളുടെ ആ കാലുകൊണ്ട് ചെരുപ്പഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ കാലുകൊണ്ട് എൻ്റെ വലത്തെ കവിളിൽ നിങ്ങൾ ചവിട്ടണം, എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നിങ്ങളോട് തോന്നി എൻ്റെ അഹങ്കാരത്തെ ഞാനിവിടെ കുഴിച്ചു മൂടുകയാണ്. നിങ്ങളെക്കാളും വലിയവനും നിങ്ങളെക്കാളും വലിയ തറവാടിയുമാണ് ഞാനെന്ന എൻ്റെ സ്വത്വബോധത്തെ ഞാനിവിടെ അറുകുല ചെയ്യുകയാണ്. ബിലാലെ, നിങ്ങളുടെ വലത്തെ കാലുകൊണ്ട് എൻ്റെ വലത്തെ കവിളിലൊന്ന് ചവിട്ടിപ്പിടിക്കണേ. ആര് പറഞ്ഞു? അബൂദർ റളിയല്ലാഹു അൻഹു. നമുക്ക് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വന്ന് ഒരു മാപ്പ്, ഒന്ന് ക്ഷമിക്കണേ, പൊറുക്കണേ, അത് ആ ദേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, സാരല്ല, അതൊരു പ്രശ്നമാക്കരുത് എന്ന് പറയാൻ കഴിയാത്തതിൻ്റെ പേരിൽ
എത്ര വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണിത്. തെറ്റുപറ്റിയാൽ മാപ്പ് പറയാം. ബിലാൽ റളിയല്ലാഹു അൻഹു കവിളിൽ ചവിട്ടിയോ ഇല്ലയോ എന്നതാണ് മറ്റൊരു വിഷയം. ചവിട്ടിയില്ല. ബിലാൽ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് പൊക്കിപ്പിടിച്ചു, എണീപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂദറേ അൻത അഖീ ഫില്ലാഹ്, നിങ്ങൾ എൻ്റെ സഹോദരനാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ സഹോദരനാണ് അബൂദറേ. നിങ്ങളെ ഞാൻ കവിളിൽ ചവിട്ടുകയോ? എങ്ങനത്തെ കവിളാണിത്? നിങ്ങളുടെ തല എന്ന് പറയുന്നത് അള്ളാഹുവിന് ഒരുപാട് സുജൂദ് ചെയ്ത തലയല്ലയോ ഇത്? ആ തലയിൽ നിങ്ങളുടെ കവിളിൽ ഞാൻ എൻ്റെ കാലുകൊണ്ട് ചവിട്ടുന്നത് നിങ്ങളുടെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യലല്ലേ? അതുകൊണ്ട് ഞാനത് ചെയ്യില്ല, എനിക്ക് ആ പ്രതികാരം വേണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. എത്ര മനോഹരമാണിത്, എത്ര മനോഹരമാണിത്. ഇതാണ് പുണ്യനബി വളർത്തെടുത്തൊരു സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഹബീബ് വളർത്തെടുത്ത ഹബീബിൻ്റെ മദ്രസയിൽ പഠിച്ചവർ ഇങ്ങനെയാണ്. ഹബീബിൻ്റെ മുമ്പിലിരിക്കുന്നൊരു മുതലാളി നല്ല വസ്ത്രമിട്ടിരിക്കുന്നു, നല്ല വെളുത്ത വസ്ത്രം. അപ്പോൾ ഒരു കർഷകനായ ഒരു പാവപ്പെട്ട സ്വഹാബി കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി, മണ്ണും ഒരൽപ്പം അഴുക്കൊക്കെയുള്ള വസ്ത്രവുമായി തൻ്റെ തൊട്ടരികത്ത് വന്നിരിക്കുകയാണ്. അയാൾ അരികത്ത് വന്നിരിക്കുമ്പോൾ ഈ മുതലാളിയായ സ്വഹാബി തൻ്റെ ഡ്രസ്സ് ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. ഇയാളങ്ങ് ഇരുന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ദേഹത്തെ പൊടിയും മണ്ണൊന്നും തൻ്റെ ദേഹത്താവരുത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് ഡ്രസ്സ് ഇങ്ങോട്ട് കൂട്ടിപ്പിടിക്കുന്നത് ആര് കണ്ടു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളൊരു ചോദ്യം ചോദിച്ചു. മണ്ണും പൊടിയും എന്നൊക്കെ പറഞ്ഞാൽ നജസ്സൊന്നല്ലല്ലോ. ജോലി ചെയ്യുന്ന ആളുകളുടെ ദേഹത്ത് മണ്ണും പൊടിയും വിയർപ്പൊക്കെ ഉണ്ടാവും. ചില ആളുകളെങ്കിലും നിസ്കരിക്കാൻ മടി കാണിച്ചിട്ട് പറയും കുളിച്ചിട്ട് നിസ്കരിക്കാൻ. പൊന്നു ചങ്ങാതി, കുളി നിർബന്ധമുണ്ടെങ്കിൽ കുളിക്കണം, ശരിയാണ്. വിയർപ്പുണ്ടോ ചെളിയാണോ നജസല്ലല്ലോ. ഒതു കൊടുത്തിട്ട് നിനക്ക് സൗകര്യം പോലെ നിസ്കരിക്കാം. നിസ്കാരം ഖളാ ആക്കാനുള്ളൊരു കാരണമല്ല ചെളിയും മണ്ണൊന്നും. കൈമ ഗ്രീസായി, ഗ്രീസ് കഴുകണം, മണ്ണാണ് വെച്ചിട്ട് കഴുകണം. അത് കളയാനുള്ള സംവിധാനങ്ങളില്ലേ? ഒതു കൊടുത്ത് നിസ്കരിക്കണം. നജസ്സുണ്ടോ? നജസ് കഴുകണം, നജസ് നീക്കണം. വസ്ത്രത്തിലും ദേഹത്തിലും നജസ് ഉണ്ടാവാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ. അത് ശരിയാണ്. ചെളി എന്ന് പറയുന്നത് നജസ്സല്ലല്ലോ. എല്ലാ ചെളിയും നജസ്സാണോ? നജസ്സുള്ളതുണ്ടാകാം. ഈ സ്വഹാബിയുടെ ദേഹത്ത് പൊടിയുണ്ട്, ചെളിയുണ്ട്. ഹബീബാ നബി തങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ആ സ്വഹാബിയെ ഒരു നിസ്സാരമായി കണ്ട പോലെ നബി തങ്ങൾക്ക് തോന്നി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാളെ നിസ്സാരപ്പെടുത്തുന്ന പോലെ, കണ്ണിൻ്റെ സൈഡിലൂടെ, വാൽക്കണ്ണിലൂടെ ഒരാളെ നോക്കുന്നത് അറബ് സംസ്കാരത്തിൽ നിസ്സാരപ്പെടുത്തലാണെന്നാണ്. അങ്ങനെ നോക്കാൻ പാടില്ല. തൊറഫുൽ ഐന് കൊണ്ട് നോക്കുക എന്ന് പറയും. മുഴുവനായിട്ട് നോക്കാതെ ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ സൈഡിലൂടെ നോക്കുക, അതൊരു കിബിറിൻ്റെ നോട്ടമാണെന്നാണ്. അങ്ങനെ നോക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയുണ്ട്. പുണ്യനബി തങ്ങളിത് ശ്രദ്ധിക്കുകയാണ്. സ്വല്ലല്ലാഹു അവർക്ക് മുറബിയാണ് തങ്ങൾ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ തർബിയത്ത് ചെയ്യുകയാണ്. തങ്ങളൊരു ചോദ്യം ചോദിച്ചു മുതലാളിയോട്. മുതലാളി, ഈ പാവപ്പെട്ട സ്വഹാബി നിങ്ങളുടെ അരികത്ത് വന്നിരുന്നപ്പോ അയാളുടെ ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുമോ എന്ന് നിങ്ങൾ പേടിച്ചോ? അതല്ല, നിങ്ങളുടെ പണം അയാളിലേക്കാണ് ഒഴുകിപ്പോകും നിങ്ങളൊന്ന് തൊട്ടടുത്തിരുന്നാൽ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? യാ റസൂലല്ലാഹ്, ഞാൻ അതൊന്നും തോന്നിയിട്ടില്ല നബിയെ, എനിക്കതൊന്നും തോന്നിയില്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല നബിയെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ എവിടെയോ ഒരു ചെറുതായിട്ട് അദ്ദേഹത്തിന്, ഞാനൊരു VIP അല്ലേ, അദ്ദേഹം ഒരു കോമൺ പെസൻസ്, അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു ലൈമാൻ, ഒരു കർഷകനല്ലയോ എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിക്കാണും. അദ്ദേഹം ഹബീബിന്റെ മജ്‌ലിസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നബിയെ, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ഈ പാവപ്പെട്ട മിസ്കീനായ മനുഷ്യന് കൊടുത്താൽ അള്ളാഹു എനിക്കത് പുറത്തു തരുമോ? നോക്കണം, ഇത് വലിയ തെറ്റാണോ ഇപ്പൊ പറഞ്ഞത്? അദ്ദേഹത്തിനൊരു ചെറിയ തോന്നലുണ്ടായി, സ്വാഭാവികം. ആ തോന്നലിനെ പരിഹരിക്കാൻ എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിക്കാൻ. ഹബീബാ നബിയുടെ മറുപടി എന്താണെന്നറിയോ? അയാളോട് ചോദിച്ചു നോക്കൂ, അയാൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ മിസ്കീനായ മനുഷ്യന്റെ കയ്യിൽ പൈസ ഇല്ല, എന്ത് കിട്ടിയാലും ആവശ്യമുള്ള നേരമാണ്. അദ്ദേഹം എന്താ മറുപടി പറഞ്ഞെന്നറിയോ? എനിക്ക് വേണ്ട. അഖാഫു അൻ യുസീബനി മിനൽ ഗുറൂരി മാ അസ്വാബ.
എൻ്റെ കയ്യിൽ ഇങ്ങനെ പൈസയും പണമൊക്കെ വന്നാൽ അയാൾക്ക് തോന്നിയ പോലെ എൻ്റെ മനസ്സിലും തോന്നിയാലോ, അതുകൊണ്ട് ഞാൻ ഫക്കീറായി ജീവിച്ചോളാം, ഞാൻ പൊരുത്തപ്പെട്ടെടുത്തു, എനിക്ക് അയാളുടെ ഒരു പൈസയും വേണ്ട. മാഷാ അല്ലാഹ്, ഇതാണ് സ്വഹാബിമാർ, ഇവരാണ് സ്വഹാബിമാർ. സമ്പത്തിന്റെ പകുതി കൊടുക്കാൻ റെഡിയാണ്, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ പാവപ്പെട്ട മിസ്കീന്മാർ. അവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫ്ഫുഫ് ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. ആരോടും കൈനീട്ടി യാചിക്കാത്തവരാണവർ. കാണുന്ന പാമരന്മാർ വിചാരിക്കും അവർ മുതലാളിമാരാണെന്ന്. അവർ മിസ്കീന്മാരാണ്, അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ കാഴ്ചയിൽ അവർ നല്ല അന്തസ്സിൽ ജീവിക്കുന്നവരാണ്. ആ ഒരു സംസ്കാരം പുണ്യനബി വളർത്തിയെടുത്തതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകൾ സംഭവിച്ചിടത്ത് അവര് ആ തെറ്റുകൾക്ക് മാപ്പ് പറയും. ആ ഒരു സംസ്കാരം, ആ ഒരു മനോഹരമായ വ്യക്തിത്വം ഹബീബുണ്ടാക്കിയ പേഴ്സണാലിറ്റിയാണ്. ഹബീബിന്റെ പേഴ്സണാലിറ്റി അത് കണ്ടുപിടിച്ചവരാണ് സ്വഹാബിമാർ. അവർക്കൊക്കെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഒരു ഓണർ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ കാണാൻ. അതുകൊണ്ടാണ് പുണ്യനബിയുടെ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ ഒന്നും ലോകത്ത് ചർച്ചയായില്ല എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ, അത് കഴിഞ്ഞാൽ വലിയ മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്, അത് കഴിഞ്ഞാൽ ഹബീബിന്റെ വിരലിൽ നിന്ന് വെള്ളമൊഴുകിയത്, ഇഖ്താറു തുആം, ഇങ്ങനെ തുടങ്ങി ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്നത്, ഇങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ, നൂറുകണക്കിന് മുഅ്ജിസത്ത് ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതൊന്നും ചർച്ചയായില്ലെങ്കിലും ഹബീബിന്റെ സ്വഹാബിമാർ അവര് മാത്രം മതി ഹബീബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായിട്ട്. അവരെ മാറ്റിയെടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു, അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു وأنت أحييت أجيالا من الرمم. നബിയേ, അങ്ങയുടെ സഹോദരനായ പ്രവാചകൻ ഈസ ഇബ്നു മറിയം അലൈഹിമുസ്സലാം മരിച്ച മയ്യിത്തിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മയ്യിത്തുകളായി, സംസ്കാര ശൂന്യരായി, അറിവില്ലാത്തവരായി കിടന്നിരുന്ന എത്രയോ ശവതുല്യരായ മനുഷ്യരെയല്ലയോ നബിയെ, തലമുറകളെയല്ലയോ അങ്ങ് വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, സംസ്കാരത്തിൻ്റെ പറുദീസയിലേക്ക് പിടിച്ചുയർത്തിയത്. അങ്ങല്ലേ അവർക്ക് ജീവൻ കൊടുത്തത്, ജ്ഞാനം കൊടുത്തത്. അതുമാത്രം പോരെ ഹബീബിന്, കഫാ ലിഇജാസി റസൂലില്ലാഹ്, ഹബീബിൻ്റെ മുഅ്ജിസത്തിന് ഏറ്റവും വലിയ തെളിവായ അലാമത്തായിട്ട് സ്വഹാബിമാർ മാത്രം മതി. സ്വഹാബിമാർ അങ്ങനെയാണ്. അവരുടെ ഒരു ഗാംഭീര്യം, അവരുടെ ഒരു ഹൈബത്ത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ വഴിയിലൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പക്ഷിയെ കുറച്ച് ആളുകൾ കെട്ടിയിട്ടുണ്ട്, കാല് കെട്ടിയിട്ട്, ചിറകെല്ലാം കെട്ടിയിട്ട് ഒരു പക്ഷിയെ ഒരു 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 കുറ്റിയിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഒരു കളി കളിക്കാൻ. കളി എന്താണെന്നറിയോ? അമ്പെയ്ത് പഠിക്കാൻ. അപ്പോൾ ഈ പക്ഷിയുടെ ഒരു ഉടമസ്ഥനുണ്ട്, അവനോട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അമ്പെയ്യും, നിന്റെ പക്ഷിക്ക് കൊള്ളാതെ പോകുന്ന അമ്പൊക്കെ നിനക്കെടുക്കാം. ആ പക്ഷിക്ക് ആരാണോ അമ്പെയ്ത് ആ പക്ഷിയെ കൊല്ലുന്നത്, അയാൾ ആ പക്ഷിയെ കൊണ്ടുപോകും. അപ്പോൾ ഇയാളതിന് സമ്മതിക്കുകയും ചെയ്ത് ഇവരിങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടത്തുക. ഇത് കണ്ടുകൊണ്ടാണ് മഹാനവറുകൾ കടന്നു വരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഖുറൈശികളിലെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ മക്കത്ത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവർ മക്കയിലാണ് ജീവിച്ചത്, അവിടെ തന്നെ വഫാത്തായത്. മദീനയിലെ മക്കയിലെ ഹയ്യ ശുഹദായിലാണ് മഹാനവറുടെ മഖാമുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മറ ഇബ്നു ഉമർ ബിഫിത്യാൻ മിൻ ഖുറൈശ് ഖദ് നസബു തൈറൻ വഹും യർമൂന. അമ്പ് ചെയ്തുകൊണ്ടൊരു പക്ഷിയെ പരീക്ഷിക്കാൻ വേണ്ടി, ഒരു പക്ഷിയെ ലക്ഷ്യമാക്കി വെച്ച് അമ്പെയ്ത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കടന്നു വന്നു. മഹാനവറുകളെ കണ്ടപ്പോഴേക്ക് ഇവര് അമ്പൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അതാണ് നമ്മുടെ വിഷയം. ഹൈബത്തും വഖാറുമുള്ള ആളുകൾ എല്ലാവരും ഓടി. ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, മൻ ഫഅല ഹാദാ, ആരാണിത് ചെയ്തത്?
ലഅനല്ലാഹു മൻ ഫഅല ഹാദാ, ഇത് ചെയ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന മൻ ഇത്തഖദ ശൈഅൻ ഫീഹി റൂഹു ഗറദാ, ജീവനുള്ള ഒരു വസ്തുവിനെ അമ്പെയ്ത്ത് പഠിക്കാനുള്ള ഒരു ലക്ഷ്യമാക്കി വെച്ച്, ഒരു ടാർഗറ്റാക്കി വെച്ചിട്ട് ജീവനുള്ള ഒരു സാധനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പെയ്ത്ത് മത്സരം നടത്തുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ കേൾക്കാൻ കൂടെയുണ്ടായിരുന്നത് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന താബിഈയായ മഹാനാണ്. ആ പണി ചെയ്ത മുഴുവൻ ആൾക്കാരോട് ഇറങ്ങി ഓടിയെന്ന ഇബ്നു ഉമർ തങ്ങളെ കണ്ടപ്പോൾ. നമ്മുടെ മോമിൻ സാഹിബ് അല്ലേ, മോമിൻ സാഹിബ് പറയായിരുന്നു, നമുക്കൊരു ഇച്ഛാന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും നാട്ടിലില്ലല്ലോ അല്ലേ. ഞങ്ങളല്ലേ പറഞ്ഞ്, നിങ്ങളൊന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നാട്ടിൽ മരിച്ചുപോയി. ഒരു വിഷയം വരുമ്പോൾ ഒന്ന് പരാതി പറയാനോ സങ്കടം പറയാനോ സന്തോഷം പറയാനോ നമുക്കൊന്ന് പോയി പറയാൻ പറ്റുന്ന ആളുകൾ ഇതൊക്കെ ചെറുപ്പക്കാർ, ഓരോടൊക്കെ എന്ത് പറയാനാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചെറുപ്പക്കാരോട് പറയാം ഒരു കാര്യം, മുതിർന്ന ആളുകളെയൊക്കെ ഒന്ന് കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തണേ. അത്രയും ക്ഷമയില്ലാണ്ട് പറ്റങ്ങ് യോയോയെ പോകരുത്. നമ്മുടെ മുതിർന്നൊരു തലമുറ എന്നത് ഒരുപാട് അനുഭവങ്ങളുടെ സമ്പത്താണ്. ഞാൻ മമ്മിച്ച പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. നാട്ടിൽ പ്രമാണിമാരായ ആളുകൾ ഉണ്ടാവുക എന്നത് നാടിനൊരു കാവലാണ്. മുതിർന്ന ആളുകൾ, പണ്ടൊക്കെ ആലിമീങ്ങളും സയ്യിദന്മാരും സാധുമാരൊക്കെ വരുമ്പോഴേ മടക്കുത്തഴിച്ചു വെച്ച് വഴിയുടെ ഓരം മാറി നിന്നു കൊടുത്ത് ആദരസൂചകമായി എഴുന്നേറ്റ് നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ. അവരെങ്ങനെ കടന്നു പോകും, ഒരു തങ്ങളായിരിക്കും, ഒരു ഉസ്താദായിരിക്കും. പീഡിക തിണ്ണയിലിരിക്കുന്ന മുഴുവൻ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. അവരൊന്നും ചിലപ്പോൾ നോക്കുക പോലും ഉണ്ടാവില്ല. അവരവിടെ ഇങ്ങനെ കടന്നു പോയിരിക്കും, മിണ്ടൂല, ശബ്ദം ഉണ്ടാക്കൂല. ഇന്ന് മനുഷ്യന്മാരൊക്കെ തിക്കിത്തിരക്കി പോകേണ്ടി വരും ആളുകൾക്ക്, ആലിമീങ്ങൾക്ക്, സാധാരണക്കാരല്ല ആലിമീങ്ങൾക്ക് പോലും. അങ്ങനത്തെ ഒരു കാലഘട്ടം, ഹൈബത്ത് വഖാർ എന്ന് പറയുന്നൊരു സംഗതി ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു കാലം. ഹൈബത്തുള്ള ഗൗരവമുള്ള ആളുകൾ ഒരു നാടിലുണ്ടാവുക. അവർ പറഞ്ഞാൽ ഇത് വാക്കാണ്, അവിടെ പിന്നെ വേറെ ആളുകൾ ഒന്നിനും വരില്ല. നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ, മരിച്ചു പറഞ്ഞല്ലോ ഒരാളെ കുറിച്ച് അതായിരുന്നു അബ്ദുൽ ഖാദർ ഹാജിയോ, നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു, ഇവിടെ കടപ്പുറത്ത് ഒക്കെ ഉണ്ട്. അബ്ദുൽ ഖാദർ ഹാജിയോ മരിച്ചുപോയി എന്ന് പറഞ്ഞു. എസ് എ ഖാദർ ഹാജിയാണോ ഒരു അല്ല, എസ് എ ഖാദർ സാഹിബ്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അങ്ങനെ ചില ശുജായിമാരായ ആൾക്കാരുണ്ടാവും ചില നാടുകളിൽ അല്ലേ. സുബ്ഹാനല്ലാഹ്. ആ വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല, ഞാനിപ്പോൾ വരുന്ന വഴിക്ക് പറഞ്ഞു തന്നത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇസുച്ച എങ്ങനെ അനുസ്മരിച്ചത്. അപ്പോൾ ചില വ്യക്തിത്വങ്ങളുടെ മരണം നാടിന് നഷ്ടമായിരിക്കും. ചില ആളുകൾ ഒരുപാട് കാലം ജീവിക്കണമെന്ന് നാടാഗ്രഹിച്ചു പോകും. അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ വില മനസ്സിലാവില്ല, അവരുടെ മരണശേഷം അത് ബോധ്യപ്പെടും. ചിലരൊക്കെ പറയും, ചെർക്കൾ അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ച് പറയാറുണ്ട് അങ്ങനെ, അദ്ദേഹം ഒരു പവറായിരുന്നു. ആ ഒരു ശൂരതയൊന്നും അദ്ദേഹത്തെ പോലെ പറയാനോ ഇടപെടാനോ മറ്റുള്ളവർക്ക് കഴിഞ്ഞോളുന്നില്ല. ചില ആളുകളുടെ സാന്നിധ്യം അങ്ങനെയാണ്. ചില ആളുകളുടെ നഷ്ടം വലിയ നഷ്ടമാണ്. വഖാറുള്ള ഹൈബത്തുള്ള ആളുകൾ വേണമെന്നാ പറയാം. ഉമ്മത്തിൽ ഹൈബത്തുള്ള വഖാറുള്ള ആളുകൾ നമ്മുടെ മഹല്ലുകളിൽ വേണം. നല്ല പക്വതയുള്ള മുതിർന്നവർ, കാരണവന്മാർ നമ്മുടെ നാടുകളിൽ വേണം. അവരെ ചെറുപ്പക്കാർ, യുവതലമുറ ആദരിക്കണം, ബഹുമാനിക്കണം. ആ ബഹുമാനവും ആദരവും ഒക്കെയാണ് നമ്മുടെ സംസ്കാരം. അതൊക്കെ ഇല്ലാതെ പോയാൽ നമ്മുടെ ഈ ഉമ്മത്തിന് നാശം സംഭവിക്കും. അതിൻ്റെ കടിഞ്ഞാൺ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ചിതറിയോടിയെന്ന, ഈ അമ്പെയ്ത് പഠിച്ചിരുന്ന കുട്ടികൾ മുഴുവൻ ചിതറിയോടി. അത് കണ്ടപ്പോഴാണ് മഹാന്മാരായ ആ സംഭവത്തെ വിവരിക്കുമ്പോൾ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയാ, കാന വഖൂറ, വലിയ മുഖഗാംഭീര്യമുള്ള മഹാനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു. വാപ്പ അങ്ങനെയായിരുന്നല്ലോ ഉമർ എന്നവർ റളിയല്ലാഹു അൻഹു. അല്ലേ നിർത്താം. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മുടെ ഉമ്മത്തിൽ എന്നും നന്മയെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, നല്ല നല്ല വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ മൗനവും എല്ലാം അർത്ഥവത്തായി മാറട്ടെ. നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ഇടപാടുകളും നമ്മുടെ പെരുമാറ്റങ്ങളുമൊക്കെ നല്ല ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറണം. ഈ ദീൻ പരിപൂർണമാണ്, മനോഹരമാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. മഹാനായ അല്ലാമ ഇബ്നു ബത്ത റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു മുസ്ലിമിൻ്റെ സംസ്കാരം പറഞ്ഞെടുത്ത് പറഞ്ഞ സർവ്വ ഗുണങ്ങളും നമ്മളൊന്ന് ഒന്നുകൂടെ അയവിറക്കുക. ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, നമ്മുടെ മനസ്സിങ്ങനെയാണ്, നമ്മുടെ പെരുമാറ്റങ്ങൾ ഇങ്ങനെ, നമ്മുടെ നിലപാടുകൾ ഇങ്ങനെയാണ്. ഈമാനിൻ്റെ, സംസ്കാരത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ, അഹംഭാവത്തെ ഇല്ലായ്മ ചെയ്ത്, അസൂയയെ പിഴുതെടുത്ത്, അഹങ്കാരത്തെ മുറിച്ചു കളഞ്ഞ്, പച്ചയായ താഴ്മയും വിനയവുമുള്ള, എന്നാൽ ഈമാനിൻ്റെ കരുത്തുള്ള, ആധ്യാത്മികമായ ജ്ഞാനമുള്ള, നന്മയുടെ പക്ഷത്ത്, ഇസ്തിഖാമത്തിൻ്റെ പക്ഷത്ത് നിലകൊള്ളുന്ന, എല്ലാ നന്മക്കും ഊർജ്ജസ്വലതയോടുകൂടെ കടന്നു വരുന്ന, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന, നാവുകൊണ്ട് ശുക്ർ ചെയ്യുന്ന, ഇബാദത്തിൽ ഉന്മേഷമുള്ള നല്ല മക്കളായി, നല്ലവരായി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മെ നല്ലവരാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യുകയാണ്. റഹ്മാനിമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. രോഗികൾക്ക് ശമനം നൽകണേ റബ്ബേ. മരിച്ചുപോയ മുഅ്മിന് മുഅ്മിനാത്തുകൾക്ക് മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഈ മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കരുതേ റബ്ബേ. അള്ളാഹു നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടുകാരിലും പരിചയക്കാരിലും സ്നേഹിതന്മാരിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഒരുപാട് ആളുകൾ ഈ നാട്ടിലും മറുനാടുകളിലുമൊക്കെ ദീനിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൽ വന്നിരുന്നവർ, ദുആരക്കാൻ വേണ്ടി പറഞ്ഞവർ, ഓൺലൈനിലെ പരിപാടി വീക്ഷിക്കുന്നവരും പിന്നീടത് വീക്ഷിക്കുന്നവരും ഒക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെയൊക്കെ എല്ലാ മുറാദുകളെയും നീ ഹാസിനാക്കി കൊടുക്കണേ പടച്ചവനെ. റഹ്മാനിറഹീമേ, നിൻ്റെ ഖൈർ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നിൻ്റെ ഷർറുകളിൽ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻക. അല്ലാഹുവേ നിന്നെ ഞങ്ങൾക്ക് പേടിയാണല്ലോ, നിന്നോട് ഞങ്ങൾക്ക് ബഹുമാനമാണല്ലോ, നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമാണല്ലോ. പടച്ചവനെ, നിൻ്റെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റബ്ബേ. നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൽബിൽ നിറച്ചു തരണേ തമ്പുരാനെ. ഔലിയാ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഉലമാ, മുതഅല്ലിമീങ്ങൾ, അവരോടൊക്കെ കൽബിൽ മഹബ്ബത്ത് നൽകണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുമ്മ ജഅൽനാ ലക ദാകിരീന വലക ഷാകിരീൻ വഇലൈക മുനീബീന വലക മുഖ്ബിതീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നവരാക്കണേ, ഖൽബ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നവരാക്കണേ. അല്ലാഹു ഞങ്ങളുടെ ശരീരം ശുക്ർ ചെയ്യുന്നതാക്കി തരണേ പടച്ചവനെ. ഇബാദത്തുകൾ സ്വീകരിക്കണേ പടച്ചവനെ. ഇവിടെ ഷമീം തങ്ങളിവിടെ മ്പോൾ ഷമീം തങ്ങൾ സൂചിപ്പിച്ച പോലെ നിസ്കാരം നിലനിർത്തുന്നവരാക്കി തരണേ പടച്ചവനെ. നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ പടച്ചവനെ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം നിലനിർത്തുന്നവർക്ക് മറ്റു വലിയ തെറ്റുകൾ ചെന്ന് ചാടാതെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന, അതുകൊണ്ട് നിസ്കാരം നിലനിർത്തണം. അള്ളാഹുവിനെ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. കഴിഞ്ഞ റമദാൻ ഞങ്ങളിന്ന് സ്വീകരിക്കണേ റബ്ബേ. ഈ പരിപാടി സ്വീകരിക്കണേ റബ്ബേ. ഇതൊരുപാട് ആളുകളുടെ പൈസയാണ് പടച്ചവനെ. ഇവിടുത്തെ ലൈറ്റും സൗണ്ടും സംവിധാനങ്ങളൊക്കെ, ഇവിടുത്തെ പാനീയങ്ങളും ഇവിടുത്തെ കസേര വിരിച്ചതും പന്തലിട്ടതൊക്കെ അള്ളാഹുവെ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബേ. അർഹമർറാഹിമേ, ഈ പ്രദേശത്തുകാർ നിൻ്റെ റഹ്മത്ത് തേടി കടലിൽ പോകുന്നവരാണല്ലോ, അവർക്ക് നീ നിൻ്റെ റഹ്മത്ത് വർദ്ധിപ്പിക്കണേ പടച്ചവനെ. നിൻ്റെ റഹ്മത്ത് വർദ്ധിപ്പിക്കണേ റബ്ബേ. അവിടെ റിസ്ക് നീ കൊടുക്കണേ അല്ലാഹ്. ആ റിസ്ക്കിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ആ റിസ്ക് ഏറ്റി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു അവരുടെ ദാരിദ്ര്യം കൊണ്ട് അവരെ പരീക്ഷിക്കരുതേ പടച്ചവനെ. അല്ലാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹം നൽകണേ റബ്ബേ. ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണേ പടച്ചവനെ. അവിടെ മക്കളിലും കുടുംബത്തിലും ജോലിയിലും അവിടെ ഏർപ്പാടുകളിലും അല്ലാഹു കരയിലും കടലിലും ഒക്കെ അവർക്ക് കൺകുളിർമയെ കൊടുക്കണേ പടച്ചവനെ. റഹ്മാൻ ഞങ്ങൾ ഇൽമിൻ്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. മഅരിഫത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹു നിൻ്റെ ഹബീബും നിൻ്റെ മുഅ്മിനീങ്ങളും അള്ളാഹു നീയും ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഞങ്ങളുടെ കൽബിൽ അത്തരം ചിന്തകൾ നൽകണേ റബ്ബേ. ഞങ്ങളുടെ പെരുമാറ്റങ്ങളിൽ അത്തരം സ്വഭാവ ഗുണങ്ങൾ നൽകണേ പടച്ചവനെ. റഹ്മാനിറഹീമേ, ഞങ്ങളുടെ എല്ലാ മോശപ്പെട്ട വിചാരങ്ങളും തോന്നലുകളും അള്ളാഹു നീ നന്നാക്കി തരണേ അല്ലാഹ്. റഹ്മാനിറഹീമേ, മുഅ്മിനീങ്ങളോട് റഹ്മത്തുള്ളവരാക്കണേ പടച്ചവനെ. റഹ്മാഉ ബൈനഹും. റഹ്മാനിറഹീമേ, ഈ ഉമ്മത്തിനെ ഇൽഫത്തിലും വഹദത്തിലും ഒരുമയിലും സ്നേഹത്തിലുമാക്കണേ പടച്ചവനെ. റഹ്മാനിറഹീമേ, ഈ ഉമ്മത്തിന് നീ കാവൽ നൽകണേ റബ്ബേ. ഈ രാജ്യത്തും വേറെ രാജ്യങ്ങളിലുമൊക്കെ എത്രയോ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാരുണ്ടല്ലോ. അല്ലാഹുമ്മ കുൻ ലഹും വലാ തകുൻ അലൈഹിം. അല്ലാഹുമ്മ ജഅൽ ലഹും ഹഫീദൻ വനസീറ.
പടച്ചവനെ നീ അവർക്ക് കാവലാകണേ റബ്ബേ, അവർക്ക് തുണയാകണേ പടച്ചവനെ. ഫലസ്തീൻ അടക്കമുള്ള അങ്ങയുടെ സഹോദര സഹോദരിമാർ കഷ്ടപ്പെടുന്നിടത്ത് റബ്ബേ നിൻ്റെ റഹ്മത്ത് ഇറക്കി കൊടുക്കണേ പടച്ചവനെ. ആ ളാലിമീങ്ങളെ നീ പിടിച്ചു കെട്ടണേ പടച്ചവനെ, ആ ളാലിമീങ്ങളെ നീ മാതൃകാപരമായി ശിക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽ ലനാ ഫീ തഅദീബിഹിം ഇബ്റ. അല്ലാഹുമ്മ കുല്ലിൽ മുസ്തളഅഫീന യാ റബ്ബ്. അല്ലാഹുമ്മ കുല്ലഹും വലാ തകുൻ അലൈഹിം. അല്ലാഹുമ്മ അൻസുർ ലഹും വലാ തൻസുർ അലൈഹിം. അല്ലാഹുമ്മ അലൈക ബിഅദാഇദ്ദീൻ. അല്ലാഹുമ്മ അലൈക ബിഹിം. അല്ലാഹുമ്മ അലൈക ബിഹിം. അല്ലാഹുമ്മ അരിനാ ഫീഹിം അജായിബ ഖുദ്റതിക്. اللهم عذبهم بأنواع العذاب. اللهم إنا نجعلك في نحرهم ونعوذ بك من شرورهم يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. لا إله إلا أنت سبحانك إنا كنا من الظالمين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. جزاكم الله خيرا. പരിപാടി കഴിയുമ്പോൾ കഫാറത്തുൽ മജ്ലിസ് എന്നൊരു ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. എല്ലാവരും ചൊല്ലിക്കോളൂ. ചെറിയ ദിക്റാണ്, ചൊല്ലിത്തരാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നമ്മുടെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്തണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ സംഘാടകർക്ക് നല്ല സൗണ്ടും ശബ്ദവും സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിന് പ്രത്യേകമായ നന്ദി. നിങ്ങളെ ഖൂമു മഗ്ഫൂറൻ ലക്കും ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. സാരസമ്പൂർണമായ അർത്ഥവത്തായ നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തന്ന, നമ്മുടെ നാട്ടിന് അനിവാര്യമായ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമുക്ക് നല്ലതിലേക്ക്